Good morning. So last session നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൽ സെക്ഷൻ 16 ഡിസ്കസ് ചെയ്യുന്നു. ഈ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 17 apportionment of credit and blocked credit. Okay, so apportionment of credit section 17 subsection 1 to 4 ആണ് apportionment of credit. Okay, so the section 17 subsection 1 to subsection 4 ആണ്. Then blocked credit section 17 subsection 5. Okay, so ഇന്നത്തെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് സെക്ഷൻ 17 സബ്സെക്ഷൻ 5. നമുക്കിതിൽ നിന്ന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും എക്സാമിന് പ്രോബ്ലം, സോ 4 മാർക്സ്, മിനിമം 4 മാർക്സ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടുന്ന അത്രത്തോളം വെയിറ്റേജ് ഉള്ള ഏരിയ ആണെന്ത് സെക്ഷൻ 17 സബ്സെക്ഷൻ 5 ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സോ അപ്പോർഷൻമെന്റ് ഓഫ് ക്രെഡിറ്റ് ആൻഡ് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്. First one, 17 subsection 1. Section 17 subsection 1, where the goods or services or both are used by a registered person partly for the purpose of any business and partly for other purpose. The amount of credit shall be restricted to so much of input tax as is attributable to the purpose of his business. Okay. So let's see. Section 17 subsection 1. Section 17 subsection 1 എന്ന് പറയുന്നത് സെക്ഷൻ 17 subsection 1 ൽ പറയുന്നത്. ഓക്കെ, സോ നമ്മളൊരു രജിസ്റ്റേർഡ് പേഴ്സൺ, സോ ഇയാൾക്ക് എന്താണ് ഇൻവേർഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആകാം, സർവീസ് ആകാം, ബോത്ത് ആകാം. ഓക്കെ, ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് അയാൾക്ക് എന്താണ് ഇൻവേർഡ് സപ്ലൈ കിട്ടി, അയാളൊരു രജിസ്റ്റേർഡ് പേഴ്സൺ. ഈ പറയുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ബോത്ത് ഈ രജിസ്റ്റേർഡ് പേഴ്സൺ യൂസ് ചെയ്യുന്നത് ഉണ്ടോ, സോ രണ്ട് കാര്യങ്ങൾക്കായിട്ടാണെങ്കിൽ, സോ ഉണ്ടോ ഈ യൂസ് ചെയ്യുന്ന ഈ പറയുന്ന ഇൻവേർഡ് സപ്ലൈ യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ്, സോ ബിസിനസ് ഫർദറൻസ് ഓഫ് ബിസിനസ് ഓർ ഇൻ ദ കോഴ്സ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ്സിൽ യൂസ് ചെയ്താൽ എന്താണ് amount of credit shall be restricted to so much of input tax as attributable for the purpose. So ഇതിനകത്ത് ഒരു പോർഷൻ, സോ ഈ കിട്ടിയത് ഇതിനെ ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു പാർട്ട് എന്തിന് യൂസ് ചെയ്തു, ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്തു. ദെൻ അതർ ദാൻ ബിസിനസ് പർപ്പസ് നമുക്ക് വേണമെങ്കിൽ എന്ന് പറയാം പേഴ്സണൽ പർപ്പസ്. സോ ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്ത പാർട്ട് ഉണ്ടോ, സോ അത് എത്രയാണോ എന്നുള്ളത് നമ്മളത് കമ്പ്യൂട്ട് ചെയ്തെടുക്കേണ്ടി വരും. സോ അത് സെക്ഷൻ 17 സബ്സെക്ഷൻ 1 പറയുന്നത് എന്താണ്, എമൗണ്ട് ക്രെഡിറ്റഡ് ഷാൽ ബി റെസ്ട്രിക്റ്റഡ് ടു സോ മച്ച് ഓഫ് ദ ഇൻപുട്ട് ടാക്സ് ആട്രിബ്യൂട്ടബിൾ ടു ദ പർപ്പസ് ഓഫ് ഹിസ് ബിസിനസ് പർപ്പസിന് ആട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള ഈ പറയുന്ന ഇൻവേർഡ് സപ്ലൈയിൽ എത്രയാണോ ആ പോർഷൻ നമുക്ക് എന്ത് കിട്ടും, ITC എലിജിബിൾ ആണ്. റിമൈനിങ് അതർ പർപ്പസ് അല്ലെങ്കിൽ പേഴ്സണൽ പർപ്പസിന് എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്, there will not be no ITC. ആ പോർഷൻ എന്ത് കിട്ടില്ല, ITC കിട്ടില്ല. ഓക്കെ, ITC നോട്ട് അവൈലബിൾ. അതാണ് സെക്ഷൻ 17 സബ്സെക്ഷൻ 1 എന്ന് പറയുന്നത്. അതായത് എന്താണ്, നമ്മുടെ ഇൻപുട്ട് സപ്ലൈ, സോ ITC ക്രെഡിറ്റ് ക്ലെയിം ചെയ്യണമെങ്കിൽ ദാറ്റ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ്. വേറെ ഏതെങ്കിലും പർപ്പസിന് യൂസ് ചെയ്താൽ എന്താണ് കിട്ടില്ല. ഉണ്ടോ, ആ സെയിം ഇൻവേർഡ് സപ്ലൈ യൂസ് ചെയ്ത് ബിസിനസ് പർപ്പസും പേഴ്സണൽ പർപ്പസിന് യൂസ് ചെയ്താൽ എത്രയാണോ ആ ബിസിനസ് പർപ്പസിന് ആട്രിബ്യൂട്ടബിൾ ആകുന്ന പോർഷൻ, സോ ആ പോർഷൻ, അതാണ് അപ്പോർഷൻമെന്റ് എന്ന് പറയുന്നത്. ആ പോർഷൻ ആയിരിക്കും അപ്പോർഷൻമെന്റ് ചെയ്ത് നടത്തിയിട്ട് ആ ഒരു ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്ത പോർഷന് മാത്രം നമുക്ക് എന്ത് കിട്ടും, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. പേഴ്സണൽ പർപ്പസ് അല്ലെങ്കിൽ അതർ പർപ്പസിന് യൂസ് ചെയ്യുന്ന എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല എന്നാണ് എന്ത് പറയുന്നത് സെക്ഷൻ 17 സബ്സെക്ഷൻ 1. ഓക്കെ, ദെൻ സെക്ഷൻ 17 സബ്സെക്ഷൻ 2. Section 17 subsection 2, where the goods or service or both shall be used by a registered person, goods or services or both, partly for effecting taxable supply including zero rated supply under this act or under Integrated Goods and Service Tax Act IGST Act, and partly for effecting exempt supply under this act. The amount of credit shall be restricted to
so much of input tax is attributable to the said taxable supply including zero rated supply. Okay, so ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. under section 17 subsection 2 പറയുന്നത്, so registered person ഒക്കെ എന്താണ് inward supply of goods, service or both from a supply. So supplier ടെ എന്താണ് registered person goods inward supply കിട്ടിയിട്ടുണ്ട്. and so ഈ കിട്ടിയ supply registered person used for so മൂന്ന് കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്തു എന്ന് വിചാരിക്കാം. ഒന്ന് എന്താണ് ടാക്സബിൾ ഔട്ട്വേർഡ് സപ്ലൈ പ്രൊവൈഡ് ചെയ്യാൻ, ടാക്സബിൾ ഔട്ട്വേർഡ് സപ്ലൈക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വൺ സീറോ റേറ്റഡ് ഔട്ട്വേർഡ് സപ്ലൈ, then third one exempt ഔട്ട്വേർഡ് സപ്ലൈ പ്രൊവൈഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. സോ ഈ ഇൻവേർഡ് സപ്ലൈയിലുള്ള, സോ അതിന്റെ ക്രെഡിറ്റ് എടുക്കണമെങ്കിൽ, സോ ടാക്സബിൾ ഔട്ട്വേർഡ് സപ്ലൈ ആണെങ്കിൽ എന്താണ് ITC അവൈലബിൾ ആണ്. സീറോ റേറ്റഡ് സപ്ലൈക്ക് എടുത്താലും എന്താണ് ITC അവൈലബിൾ ആണ്. പക്ഷേ exempt സപ്ലൈക്ക് എടുത്താൽ എന്താണ് ആ പോർഷന് ITC not available. ITC will not be allowed. Okay, so ITC ക്ക് ineligible ആകും. So ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സീറോ റേറ്റഡ് സപ്ലൈ. Okay, section 16(1) of IGST Act ആണ്. Okay, so means any supply of goods or services or both so any following supply. First one, export of goods or service or both, then or supply of goods or services or both to a special economic zone or special economic zone developer. So ഇവിടോട്ടാണ് വരുന്നെങ്കിൽ എന്താണ് ഈ സപ്ലൈക്ക് എന്ത് എലിജിബിൾ ആണ്. സോ ഔട്ട്വേർഡ് സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്ന സീറോ എക്സ്പോർട്ട് അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ബോത്ത് to a special economic zone or developer of special economic zone ആണെങ്കിൽ in that case also എന്തിന് എലിജിബിൾ ആണ് ITC. നമുക്ക് കിട്ടിയ ഇൻവേർഡ് സപ്ലൈക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ITC ക്ലെയിം ചെയ്യാം. ഓക്കെ, സോ നേരെ മറിച്ച് exempt സപ്ലൈ, സോ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് exempt സപ്ലൈ 2 subsection 47 section 2 subsection 47 of CGST Act ആണ്. എന്താണ് എന്തൊക്കെയാണ് supply of any goods or service or both which attract nil rate of tax, nil rate വരുന്നത് then exempt നോട്ടിഫിക്കേഷനിലൂടെ exempt ചെയ്ത supply, then it includes non-taxable supplies also. No. So that means എന്താണ് taxable supply പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് ഇൻപുട്ട് യൂസ് എങ്കിൽ നമുക്ക് ITC കിട്ടും. സീറോ റേറ്റഡ് സപ്ലൈ പ്രൊവൈഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ITC എലിജിബിൾ ആണ്. ബട്ട് exempt സപ്ലൈ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ എന്താണ് നമ്മുടെ ഇൻപുട്ടിന് അഗൈൻസ്റ്റ് ആയിട്ട് നമുക്ക് ITC ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ ഇതാണ് പറയുന്നത് അപ്പോർഷൻമെന്റ്. ഒറ്റ ഇൻപുട്ട് നമുക്ക് കിട്ടിയ ഇൻപുട്സിനെയാണ് നമ്മൾ അപ്പോർഷൻ ചെയ്ത്, സോ അത് റിലേറ്റഡ് ടു taxable outward supply, related to zero rated outward supply, and related to exempt supply.
exempt outward supply. Okay, so the exempt supply ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടൂല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് എലിജിബിൾ അല്ല. So that's section 17 subsection 2. Then section 17 subsection 3. The value of exempt supply under section 2. So section 2 il parayna exempt supply shall be as may be prescribed and shall include supplies on which the recipient is liable to pay tax on reverse charge basis, transaction in securities, sale of land subject to clause B of paragraph 5 of schedule 2, sale of building. Okay, so then endana exempt supply shall include prescribed as may be prescribed, shall include supply which recipient is liable to pay tax on reverse charge basis. Okay, so reverse charge basis ആണെങ്കിൽ എന്താണ്, സപ്ലയർ അല്ല, റെസിപ്പിയന്റ് റിവേഴ്സ് ചാർജ് ബേസിസിലാണ് വരുന്നത്. So exempt supply shall include ഈ പറയുന്ന കാര്യങ്ങൾ, സപ്ലൈ വിച്ച് ആർ റെസിപ്പിയന്റ് ഈസ് ലയബിൾ ടു പേ റിവേഴ്സ് ചാർജ് ബേസിസ്. ദാറ്റ് മീൻസ് റിവേഴ്സ് ചാർജ് ബേസിസിൽ ടാക്സ് പേ ചെയ്യേണ്ടി വന്നു ആ കേസ്. ദെൻ ട്രാൻസാക്ഷൻ ഇൻ സെക്യൂരിറ്റീസ്, ദെൻ സെയിൽ ഓഫ് ലാൻഡ് സബ്ജക്ട് ടു ക്ലോസ് ബി ഓഫ് പാരഗ്രാഫ് 5 ഓഫ് ഷെഡ്യൂൾ 2, ദെൻ സെയിൽ ഓഫ് ബിൽഡിംഗ്. ഈ കേസസിൽ എന്താണ്, ഈ പറയുന്ന കാര്യങ്ങളും എന്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും, exempt supply under section 2. For the purpose of this subsection, expression value exempt supply shall not include value of activities or transactions specified in schedule 3, except those specified in paragraph 5 of schedule 3. Okay, so we already discuss ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ബേസിക് ചാപ്റ്ററിലും ഫസ്റ്റ് ചാപ്റ്ററിലും ഒക്കെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. വാല്യൂ shall not include value of activities transaction in schedule 3. Okay, negative ലിസ്റ്റിലുള്ള ട്രാൻസാക്ഷൻ അത് ഇൻക്ലൂഡ് ചെയ്യില്ല. വാല്യൂ ഓഫ് സപ്ലൈ. Okay, then 17 subsection 4. A banking company or financial institution. Okay, so the banking company normally the major activity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, a banking company or financial institution including a non-banking financial company engaged in supply of services by way of accepting deposits, extending loan and advance and have been optioned. No, so that means ഇതെല്ലാം എന്താണ്, actually exempt supply and major is exempt supply. So banking companies നോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്, exempt supplyക്ക് against ആയിട്ട് ഇൻപുട്ട് ക്രെഡിറ്റ് വന്നാൽ, exempt supplyക്ക് against ആയിട്ട് ഇൻപുട്ട് ക്രെഡിറ്റ് വന്നാൽ നമുക്ക് എന്താണ്, ഇൻപുട്ടിന് against ആയിട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നോ, സോ ബാങ്കിന് അപ്പോൾ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. And ഒരു ബാങ്കിങ് കമ്പനീസിനെ ഹാവ് ഓപ്ഷൻ either to comply with the provisions of subsection 2 or avail every month an amount equal to 50% of eligible input tax credit on inputs, capital goods and input services in that month and the rest lapse. Okay, so നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഏരിയ ഇതാണ്, provided that the option once exercised shall not be withdrawn during the remaining part of the financial year, provided further that the restriction of 50% shall not apply to the tax paid by supplies made by one registered person to another registered person having same PAN number. Okay, so that means അവരാരാവും സെയിം പാൻ നമ്പർ ഉള്ള രണ്ട് രജിസ്റ്റേർഡ് പേഴ്സൺ, സോ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺസ്. ഓക്കെ, സോ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺസ്. ദെൻ സോ റൂൾ 38 കൂടെ ചേർത്തിട്ടാണ് നമ്മൾ സെക്ഷൻ 17 സബ്സെക്ഷൻ 4 പറയുന്നത്. സോ വെരി ഇമ്പോർട്ടൻറ്റ്, നമുക്ക് ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ വരാവുന്നതാണ് ഈ 50% കേസ് വെച്ചിട്ടുള്ളത്. എ ബാങ്കിങ് കമ്പനി ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ including non-banking financial company engaged in supply by way of accepting deposit or extending loan or advance that chooses not to comply with provisions of section 17 subsection 2
in accordance with option subsection 4 of section that following procedure, namely, the said company or institution shall not avail credit of tax inputs, tax input and input services that are used for non-business purpose. No. So, business purpose for accepting deposit and extending loans and advances across. Okay. Then the credit attributable to supply specified in subsection 17 subsection 5. No. So, amendment in form GSTR 2 withdraw ചെയ്തിരിക്കുകയാണ്. Okay. So right now എന്താണ് ഈ പറയുന്ന GSTR form that means under 17 subsection 5 എന്താകാൻ പാടില്ല, ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ആകാൻ പാടില്ല. 17 subsection 5. Okay. The said company, second point, the said company or institution shall avail credit of tax paid on input and input service referred in second proviso to 17 subsection 4 and not covered by clause A. And not covered by clause A. Then input tax credit on inputs and input services referred in the second proviso of subsection 17 subsection 4 are not covered under clause A. Then C. 50% of the remaining input tax shall be input tax credit admissible to the company, to the institution, and the balance amount input shall be reversed in form GSTR. The form 2 എന്നുള്ളതും D clause D യും sub clause D യുമാണ് ഒഴിവാക്കിയിരിക്കുന്നത്. The said company or institution shall avail the credit of tax on inputs and input service referred to in second proviso subsection 4 of 17. Okay, so that means എന്താണ് second proviso പറയുന്നത്? Second proviso. So ഇതാണ് first proviso, second proviso. എന്താണ് distinct persons ആണെങ്കിൽ എന്താണ് full 100% ടാക്സ് എടുക്കാം. Okay, so ഇത് നമുക്കൊന്ന് sum up ചെയ്യാം. So under section 17 subsection 4. Okay. So ഇവിടെ എന്താണ് ബാങ്കിങ് കമ്പനി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ NBFC, ബാങ്കിങ് കമ്പനി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ NBFC. അവരുടെ മേജർ ബിസിനസ് എന്താണ്? അക്സെപ്റ്റിംഗ് deposits, extending loans and advances, etc. Extending loans and advances, etc. Okay. So ഇതാണ് ഇവരുടെ ബാങ്കിങ് കമ്പനി. ഇവർക്ക് എന്താണ്? സോ ഇത് എന്താണ്? എക്സം സപ്ലൈ ആണ്. ഇവർ ബാങ്കിങ് കമ്പനീസ് മേജർലി പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്? എക്സം സപ്ലൈ ആണ്. സോ ഇവർക്ക് രണ്ട് ഓപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവർക്ക് രണ്ട് ഓപ്ഷൻ ആണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട്. ഓപ്ഷൻ 1 then ഓപ്ഷൻ 2. ഓപ്ഷൻ 1 എന്താണ്? നിങ്ങൾ സെക്ഷൻ 17 സബ്സെക്ഷൻ 2 എടുത്തോളൂ. ദാറ്റ് മീൻസ് എന്താണ്? 17 സബ്സെക്ഷൻ 2 പറയുന്നത് ഇൻപുട്ട് സപ്ലൈ അല്ലെങ്കിൽ ഇൻപുട്സോ ഇൻപുട്ട് സപ്ലൈയോ ക്യാപിറ്റൽ ഗുഡ്സോ ഇൻവേർട്ട് സപ്ലൈ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് 2 പറയുന്നത്? ടാക്സബിൾ സപ്ലൈക്കോ അല്ലെങ്കിൽ സീറോ റേറ്റഡ് സപ്ലൈയോ ഔട്ട്വേർഡ് സപ്ലൈയോ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ്? പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള അപ്പോർഷൻമെന്റ് ചെയ്ത് പ്രൊപ്പോർഷനേറ്റ് ഉള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാം. എക്സൺ സപ്ലൈക്ക് എന്താണ് പറയുന്നത്? അതിന് പറ്റൂല. ഒന്നുകിൽ ഈ ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യാം. അവർ പറഞ്ഞു ഞങ്ങൾ മേജർലി ബാങ്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്ന മേജർലി എക്സൺ സപ്ലൈ ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ സെക്ഷൻ ഓപ്ഷൻ ഇതാണ്, അവൈൽ. സോ ശ്രദ്ധിക്കാം, അവൈൽ with the provision subsection avail of every month an amount equal to 50% of eligible input tax credit of inputs, capital goods and services in that month, and the rest shall lapse. Then avail of
എന്താണ് every month avail of every month. So 50% of 50% of eligible 50% of eligible input or input services or capital goods. No, 50% of eligible അവിടെ ഒരു വേർഡ് യൂസ് ചെയ്തിരിക്കുന്നുണ്ടോ every month. Then അത് കൂടാതെ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ് 50% of eligible 50% of eligible input അല്ലെങ്കിൽ input services അല്ലെങ്കിൽ capital goods. Okay, no eligible ഇത്രയും നമുക്ക് എന്താണ് ഇതിന്റെ 50% എടുക്കാം. Then rest lapse. No, so മിച്ചമുള്ള 50% എന്താണ് lapse ആണ്. lapse ആണ്. That means എന്താണ് input tax credit ക്ലെയിം ചെയ്യാൻ പറ്റില്ല അല്ലെ. സോ ക്യാരി ഫോർവേഡ് ചെയ്ത് അടുത്ത മാസത്തേക്ക് എന്ന രീതിയില്ല, ആ മാസം കൊണ്ട് ലാപ്സ് ആകും. ദെൻ പിന്നെ പറയുന്നത് എന്താണ് ഈ ഓപ്ഷൻ ഒരു തവണ എടുത്താൽ എക്സൈസ് സോ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ എന്ന കുറച്ചു കാലം ഇത് 50% എടുക്കാം, ബാക്കി കുറച്ചു കാലം ഓപ്ഷൻ 1ലേക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ വൺ ഓപ്ഷൻ വൺസ് ഏതെങ്കിലും ഓപ്ഷൻ 1 അല്ലെങ്കിൽ ഓപ്ഷൻ 2 വൺസ് exercised then not to be withdrawn during the previous year. Okay, so previous year le idu withdraw cheyan pattilla. Then pinne oru karyam kude parayunna endana oru karyam kude parayunnathu endana between second proviso parayunnathu endana distinct persons തമ്മിലാണെങ്കിൽ എന്താണ് ഈ 50% restriction 50% restriction not applicable. So that means the 50% restriction not applicable എന്നാണ് പറഞ്ഞത് 50% restriction. So instead of 50 നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാം 100% ITC ക്ലെയിം ചെയ്യാം എന്നാണ് ആ സെക്ഷനിൽ നിന്ന് ആ സെക്കൻഡ് പ്രൊവിസോയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ ദെൻ സോ സെക്ഷൻ റൂൾ 38 കൂടെ കണക്ട് ചെയ്ത് വേണം ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. റൂൾ 38 എന്താണ് പറയുന്നത് റൂൾ 38 സോ 17 സബ്സെക്ഷൻ 2 ഓപ്റ്റ് ചെയ്യുന്നില്ല then tax the said company or institution shall not avail credit of service is not used for non business purpose. Then blocked credit under section 17 ആണെങ്കിൽ then 17 subsection 4 the said company or institution shall avail credit of taxes paid. That means shall avail credit of input tax and input service referred in second proviso. That means എന്താണ് distinct persons ൽ നിന്ന് വന്നാൽ 50% of remaining amount shall be input tax credit admissible to the company or institution. Then അവിടെയാണ് ആ GSTR form balance amount of input tax shall be reversed in form GSTR 3B. So ഇതാണ് amended ആയിട്ട് വന്നിരിക്കുന്ന പോർഷൻ. സോ നമുക്ക് എങ്ങനെ സമപ്പ് ചെയ്യാം 17 subsection 4. സോ ബാങ്കിങ് കമ്പനി അല്ലെങ്കിൽ NBFC ഒന്നുകിൽ എന്താണ് 17 subsection 2 പ്രകാരം എന്ത് ഓപ്റ്റ് ചെയ്യണം 17 subsection 2 പ്രകാരം എന്താണ് അപ്പോർഷൻമെന്റ് ഓപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് എവറി മന്ത് 50% ഓഫ് എലിജിബിൾ ഇൻപുട്ട് സർവീസ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ് റെസ്റ്റ് ലാപ്സ് ഒരു തവണ ഓപ്റ്റ് ചെയ്യാൽ ഫിനാൻഷ്യൽ ഇയർ മാറാൻ പറ്റില്ല. ദെൻ സോ ഇവിടെ നോക്കാം ഒരു ബാങ്കിങ് കമ്പനി. ഓക്കെ സോ ബാങ്ക് എന്ന് എടുക്കാം. ഇവർക്ക് എന്താണ് ഇൻവേർഡ് സപ്ലൈ. സോ ഇൻവേർഡ് സപ്ലൈ ആയിട്ട് ഇൻപുട്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഇൻപുട്ട് സർവീസസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ടാകാം. ഓക്കെ സോ ഇതുണ്ട്. ഇത് ബാങ്ക് എന്താണ് ഇവര് 17 subsection 2 ഓപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ അവർക്ക് എന്താണ് 50% ക്രെഡിറ്റ് ആണ് കിട്ടുന്നത്. സോ ദാറ്റ് മീൻസ് ഇത് ഇവര് ബിസിനസ് പർപ്പസിനാണ്. റൂൾ നോക്കണം, ഇത്
ഈ പറയുന്ന യൂസ് ചെയ്ത് ബിസിനസ് പർപ്പസ് ആണെങ്കിൽ എത്രയാണ് 50%. 50%. സോ ഇവരിത് നോൺ ബിസിനസ് പർപ്പസിനാണെങ്കിൽ എന്താണ്? സോ ITC കിട്ടില്ല. സോ 50% കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? ബിസിനസ് പർപ്പസ്. ദാറ്റ് മീൻസ് അവരുടെ ബാങ്കിങ് ബിസിനസ്, ഈ പറയുന്ന പോലെ എക്സ്റ്റെൻഡിങ് ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ ലോൺസ് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ടായിരിക്കണം. ബാങ്ക് ആണെങ്കിൽ എന്താണ്? അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസിന് വേണ്ടിയിട്ടാണ്, അവരുടെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഇൻവോയ്സ് ഇൻപുട്സ്. ദാറ്റ് മീൻസ് ഗുഡ്സ് ആണെങ്കിൽ 50%, സർവീസ് ആണെങ്കിൽ അതിന്റെ 50%, ക്യാപിറ്റൽ ഗുഡ്സിന്റെയും 50% നമുക്ക് എന്ത് ചെയ്യാം? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാം. റിമൈനിങ് 50% ലാപ്സ്. ദെൻ ഈ പറയുന്ന ഇൻപുട്സ് അല്ലെങ്കിൽ ഇൻപുട്ട് സർവീസ്, ഇൻപുട്ട് ഗുഡ്സ് യൂസ് ചെയ്യുന്നത് എന്താണ്? അണ്ടർ സെക്ഷൻ 17 സബ്സെക്ഷൻ 5 പറഞ്ഞിരിക്കുന്ന ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സ് ആണ്. ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സ് പറഞ്ഞിരിക്കുന്ന ആ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സോ എന്ത് കിട്ടില്ല? ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ അതാണ് എലിജിബിൾ ഇൻപുട്സ്. ദെൻ അത് യൂസ് ചെയ്യുന്നത് എന്താണ്? അതായത് ഗുഡ്സ് ദാറ്റ് മീൻസ് എന്താണ്? ഗുഡ്സ് അല്ലെങ്കിൽ ഇൻപുട്സ് അല്ലെങ്കിൽ ദാറ്റ് മീൻസ് ഗുഡ്സ്, ഇൻപുട്ട് സർവീസസ്, ക്യാപിറ്റൽ ഗുഡ്സ് യൂസ് ചെയ്യുന്നത് ബാങ്കിന്റെ ബിസിനസ് പർപ്പസിനാണെങ്കിൽ 17(2) ഓപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 50% വരെ എലിജിബിൾ ആണ്. 50% വരെ എലിജിബിൾ ആണ്. ദെൻ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ദെൻ ബിസിനസ് പർപ്പസിനല്ലാതെ പർപ്പസിനാണെങ്കിലോ അല്ലെങ്കിൽ 17 സബ്സെക്ഷൻ 5 ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സിനായിട്ടാണോ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. 17 സബ്സെക്ഷൻ 5 നമ്മൾ ഉടനെ ഡിസ്കസ് ചെയ്തത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ പോയിന്റ് ഇതാണ്. സോ ഇൻപുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് സർവീസസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ്. ഓക്കെ, സോ ഇത് എന്താണ്? ബാങ്കിങ് കമ്പനിക്ക് കിട്ടുന്നതായിരിക്കും. ഒരു എക്സാമ്പിൾ ആണ്. സോ പ്രൊവൈഡഡ് ബൈ എ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ. സോ വേറെ ഏതെങ്കിലും ബ്രാഞ്ച് ആണ് ഈ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ എന്തിലെന്നാ പറഞ്ഞത്? ഈ 50% റെസ്ട്രിക്ഷൻ ഇല്ല. ദാറ്റ് മീൻസ് എന്താണ്? ഇതിന്റെ 100% ITC allowed. So that means outside person, that means distinct person അല്ല എന്നുണ്ടെങ്കിൽ 50% അതെന്തിനാ ആകരുത്? നോൺ ബിസിനസ് പർപ്പസിനും ആകരുത്, 17 സബ്സെക്ഷൻ 5 ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സ് ആയിട്ടുള്ളതിനും ആകരുത്. ബട്ട് these inputs അല്ലെങ്കിൽ ഇൻപുട്ട് സർവീസസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് ആർ റിസീവ്ഡ് ഫ്രം എ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ. ദാറ്റ് മീൻസ് സെയിം പാൻ ഉള്ള ആൾക്കാരിൽ നിന്ന് ഡിഫറെന്റ് രജിസ്ട്രേഷൻ ഉള്ള ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ ആണ് കിട്ടുന്നതെങ്കിൽ ദാറ്റ് മീൻസ് എന്താണ്? ഇൻപുട്ടിന് ക്രെഡിറ്റ് എലിജിബിൾ ആണെന്ന് മാത്രമല്ല എന്താണ്? 50% റെസ്ട്രിക്ഷൻ അവരെ ബാധിക്കുന്നില്ല. 100% ITC will be allowed. സോ ഇതാണ് 17 സബ്സെക്ഷൻ 4 പ്ലസ് റൂൾ 38. അതിനകത്ത് അമെൻമെന്റ് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. GSTR 2 എന്നുള്ള വേർഡ് ഒമിറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ബാലൻസ് എമൗണ്ട് ഓഫ് GSTR 3B എന്ന് പറയുന്ന ആ ഒരു ഇത് കേട്ടിട്ടുണ്ട്. എന്താണ്? 41, 42, 43 എന്നുള്ളത് എന്താണ്? അതെടുത്ത് ഒമിറ്റ് ചെയ്തിരിക്കുന്നത് ക്ലോസ് T. ഓക്കെ, സോ 30 ക്ലോസ് റൂൾ 38 അതിൽ സബ് റൂള് A, B, C, D ഉണ്ടായിരുന്നു. അതിൽ D ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഒമിറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ എയിലും ഇതിലും GSTR 2 എന്നുള്ള വേർഡ് ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ സിയിൽ എന്ത് വന്നു? GSTR 2 പകരം GSTR 3B എന്ന് പറഞ്ഞ ഇതാണ് അഡീഷണൽ ആയിട്ട് അമെൻമെന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ സെക്ഷൻ 17 സബ്സെക്ഷൻ 1 ബിസിനസ് പർപ്പസിന് അല്ലാതെ യൂസ് ചെയ്താൽ, ദെൻ 17 സബ്സെക്ഷൻ 2 പറയുന്നത് എന്താണ്? ടാക്സബിൾ സപ്ലൈക്കും സീറോ റേറ്റഡ് സപ്ലൈക്കും എക്സംപ്റ്റഡ് സപ്ലൈക്കും. ദെൻ 17 സബ്സെക്ഷൻ 3 പറയുന്ന വാല്യൂ ഓഫ് എക്സംപ്റ്റ് സപ്ലൈ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യില്ല എന്ന് പറയുന്ന കേസ്. ദെൻ 17 സബ്സെക്ഷൻ 4 ആണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് വരുന്നത്. സോ റൂൾ 38ലുള്ള അമെൻമെന്റ്സിന് വലിയ പ്രത്യേകത ഇല്ല. GSTR 2 എന്നുള്ളത് മാറി ഇവിടുത്തെ ഒമിറ്റ് ചെയ്തു. ക്ലോസ് 41, 42 സെക്ഷൻ അത് എന്ത് ചെയ്തു? 43 എന്നുള്ള സെക്ഷന്റെ ആ ഒരു ക്ലോസ് D ഒമിറ്റ് ചെയ്തു. ദെൻ ബാക്കി GSTR 2 എന്ന് പറയുന്നതിന് പകരം എന്തോന്നു? GSTR 3B വന്നു. ഓക്കെ, സോ ഇത്രയാണ് 17 സബ്സെക്ഷൻ 4. ദെൻ നെക്സ്റ്റ് വൺ. So most important area, 17 subsection 5 blocked credit. 17 subsection 5 തുടങ്ങുന്നതാണ് notwithstanding anything contained in.
16 subsection 1 or 18 subsection 1. Okay. So 16 subsection 1 നമ്മൾ already ഡിസ്കസ് ചെയ്താണ്. 16 subsection 1. 18 നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൽ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ രജിസ്റ്റേർഡ് പേഴ്സൺ ഗുഡ്സ് സർവീസ് എന്താണ് ഇതിനെ യൂസ് ചെയ്യാൽ ബിസിനസ്സിന് യൂസ് ചെയ്താലും കേട്ടോ. സോ ദാറ്റ് മീൻസ് നോർമലി ഉണ്ടോ നമ്മൾ 17 പറയുന്നത് എന്താണ് രജിസ്റ്റേർഡ് പേഴ്സൺ. സോ ദാറ്റ് മീൻസ് ബിസിനസ്സിന് യൂസ് ചെയ്ത് ഇൻപുട്ട് ടാക്സ് ആക്ച്വലി എലിജിബിൾ ആണ്, ബട്ട് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സിൽ കവർ ചെയ്താൽ എന്താണ് ഇൻപുട്ട് ടാക്സിന് എലിജിബിൾ ആകില്ല എന്ന് പറയുന്നതാണ്. സോ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻ ഇൻ സബ്സെക്ഷൻ 16 ദാറ്റ് മീൻസ് എന്താണ് രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, ഗുഡ്സ് ആൻഡ് സർവീസ് എന്തിനു യൂസ് ചെയ്താണ് യൂസ്ഡ് ഇൻ ബിസിനസ് ഓർ പർപ്പസ്. Input tax credit shall not be available in respect of the following. So ശ്രദ്ധിക്കേണ്ടതാണ് ഈ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ഒന്ന് ശ്രദ്ധിക്കുക ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്. സോ ദാറ്റ് മീൻസ് 16 subsection 1 ആണെങ്കിലും 16 subsection 1 ആണെങ്കിലും 18 subsection 1 18 subsection നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നത് അതിനകത്തെല്ലാം തന്നെ പറയുന്നത് എന്താണ് രജിസ്റ്റേർഡ് പേഴ്സൺ. ഓക്കെ. സോ ഇതിനകത്തൊരു ഇൻവേർഡ് സപ്ലൈ ഗുഡ്സ് സർവീസ് അല്ലെങ്കിൽ ബോത്ത് എന്ത് പർപ്പസിന് യൂസ് ചെയ്താൽ ബിസിനസ് പർപ്പസ്. ഓക്കെ. സോ ഈ കിട്ടുന്ന ഇൻവേർഡ് സപ്ലൈ ബിസിനസ് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ITC എലിജിബിൾ ആണ് ജനറലി. ബട്ട് അണ്ടർ സെക്ഷൻ 17 subsection 5 പറയുന്ന സപ്ലൈസിനാണ് ഇത് യൂസ് ചെയ്യുന്നെങ്കിൽ എന്താണ് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് അട്രാക്ട് ചെയ്യും. ദാറ്റ് മീൻസ് 17 subsection 5 അട്രാക്ട് ചെയ്യും. സോ ഇത് ബിസിനസ് പർപ്പസിനല്ല യൂസ് ചെയ്യുന്നെങ്കിൽ ഒരു തർക്കവും ഇല്ല. പേഴ്സണൽ പർപ്പസിനാണെങ്കിൽ എന്താണ് 17 subsection 1 പറഞ്ഞു കഴിഞ്ഞു എന്താണ് വിൽ നോട്ട് ഗെറ്റ് എനി ITC അപ്പോൾ പ്രൊപ്പോർഷനേറ്റ് അപ്പോർഷൻ ചെയ്യും. സോ ഗുഡ്സ് ആൻഡ് സർവീസ് ഓർ ബോത്ത് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് യൂസ്ഡ് ഫോർ ദ ബിസിനസ് പർപ്പസ് ബട്ട് എന്ത് കിട്ടില്ല ക്രെഡിറ്റ് കിട്ടില്ല എന്ന് പറയുന്നത് ഏരിയ ആണ് 17 subsection 5. Okay, then first one അതിലെ clause A 17 subsection 5 generally business purpose ന് യൂസ് ചെയ്ത് generally ITC eligible ആയിട്ടുള്ള സപ്ലൈ ബട്ട് 17 subsection 5 കവർ ചെയ്താൽ എന്താണ് ITC will be blocked. സോ സപ്ലൈ കൊടുക്കുന്നത് 17 subsection 5 ഏതെങ്കിലും സപ്ലൈ ആണെങ്കിൽ there will not be any ITC എന്ത് ചെയ്യും ബ്ലോക്ക് ചെയ്യും. സോ അതാണ് റൂൾ 38 പറഞ്ഞിരിക്കുന്നത് ബിസിനസ് പർപ്പസിന് ഒന്നെങ്കിൽ എന്തായിരിക്കണം ബിസിനസ് നോൺ ബിസിനസ് പർപ്പസിനോ അല്ലെങ്കിൽ ബിസിനസ് പർപ്പസിന് തന്നെയാണ്. ബട്ട് 17 subsection 5 വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന് എന്ത് കിട്ടൂല ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് വൺ ക്ലോസ് A 17 subsection 5 ക്ലോസ് A മോട്ടോർ വെഹിക്കിൾ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഴ്സൺ. സോ ദാറ്റ് മീൻസ് ആണ് ആ വേർഡിൽ തന്നെ മനസ്സിലായി മോട്ടോർ വെഹിക്കിൾ യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ എന്താണ് ITC എലിജിബിൾ ആണ് ബിസിനസ് പർപ്പസിനാണ്. ഇതല്ലാതെ വേറെ എല്ലാം ബിസിനസ് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ് ITC എലിജിബിൾ ആണ്. സോ ദാറ്റ് മീൻസ് വളരെ കൃത്യമായിട്ട് 17 subsection 5 കവർ ചെയ്യുന്ന ഐറ്റംസിന് മാത്രമേ ബ്ലോക്ക് ഉള്ളൂ. സോ മോട്ടോർ വെഹിക്കിൾ എല്ലാത്തിനും ഗുഡ്സിന് ഫോർ ദ പർപ്പസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ITC അലവബിൾ അല്ലെങ്കിൽ ITC എലിജിബിൾ ആണ്. സോ ഫസ്റ്റ് വൺ എന്താണ് മോട്ടോർ വെഹിക്കിൾ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഴ്സൺ approved seating capacity not more than 13 person including driver except when they are used for making taxable supplies. So taxable supplies such as further supply of motor vehicles or transportation of passengers imparting training on driving such motor vehicle. Okay. So ശ്രദ്ധിക്കുക 17 subsection 5 clause A. First one 17 subsection 5 ശ്രദ്ധിക്കുക under section 17 subsection 5 clause A പറയുന്നത് motor vehicle for transportation of person plus approved seating capacity and approved
seating capacity less than or equal to 13. That means including driver. So ഇവിടെ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ലൈനിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്സ് എന്താണ്? മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ പറയുന്ന ക്ലോസ് എയിൽ പറയുന്ന മോട്ടോർ വെഹിക്കിളിനെ കുറിച്ചാണ്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഴ്സൺ അപ്രൂവ്ഡ് സീറ്റിംഗ് കപ്പാസിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 13. സോ സംടൈംസ് നമുക്ക് എന്താ പറയാം, കപ്പാസിറ്റി 13 പ്ലസ് ഡ്രൈവറുടെ സീറ്റ് എന്ന് പറയും. ദാറ്റ് മീൻസ് 14. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പോയിന്റ്സ് ദാറ്റ് മീൻസ് എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മോട്ടോർ വെഹിക്കിൾ യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് എന്താണ്? ITC അലോവബിൾ ആണ്. ഗുഡ്സ് ആണെങ്കിൽ ITC അലോവബിൾ ആണ്. ഇതിന് മാത്രമാണ് ഡിസലോ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ബ്ലോക്ക് ക്രെഡിറ്റ് വരുന്നത് സബ് പേഴ്സൺ. ദെൻ മോട്ടോർ വെഹിക്കിൾ വിത്ത് approved seating capacity 14. Okay, so 14 including driver. 14 ഉണ്ടെങ്കിൽ എന്താണ്? ITC allowable ആണ്. Okay, so ഇതാണ് ഫസ്റ്റ് ലൈനിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. So then exception taxable supplies except they if used for providing taxable supplies such as എന്താണ്? further supply of vehicle. So that means എന്താണ്? ഞാൻ മോട്ടോർ വെഹിക്കിൾ വാങ്ങിച്ചു, ദെൻ അത് വിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് റെന്റിന് കൊടുക്കുകയാണെങ്കിൽ, സോ അതെല്ലാം തന്നെ എന്തിനകത്ത് വരും? ഫർദർ സപ്ലൈക്ക് ആണെങ്കിൽ എന്താണ് എനിക്ക്? സോ ദാറ്റ് മീൻസ് ഐ എം മേക്കിംഗ് ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്. സോ വെഹിക്കിളിൽ നിന്ന് ഞാൻ ഐ എം ജനറേറ്റിംഗ് ഇൻകം. സോ എന്തെടുത്തോളൂ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുത്തോളൂ. ദെൻ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് സോ ഇവിടെ ഇപ്പോൾ സോ ഞാൻ എൻ്റെ ബിസിനസ് പർപ്പസിന് ഒരു കാർ വാങ്ങിച്ചു. ദാറ്റ് സോ എൻ്റെ മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ എന്താണ് CFO അവരാണ് അത് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? എനിക്ക് എന്താണ്? ബ്ലോക്ക് ക്രെഡിറ്റ് അട്രാക്ട് ചെയ്യും. ബട്ട് അത് പാസഞ്ചർ ട്രാൻസ്പോർട്ടിനായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? ITC എലിജിബിൾ ആണ്. ദെൻ ലാസ്റ്റ് വൺ. സോ ഞാൻ മോട്ടോർ വെഹിക്കിൾ യൂസ് ചെയ്യുന്നത് ഇമ്പാർട്ടിംഗ് ട്രെയിനിങ് on driving such motor vehicle. So training on driving. So driving train ചെയ്യുന്ന imparting training on driving of such motor vehicle ആണെങ്കിൽ അതിനും എന്താണ്? ബ്ലോക്ക്ഡ് ക്രെഡിറ്റിന് എക്സെപ്ഷൻ. ദാറ്റ് മീൻസ് ഈ പർപ്പസിനാണെങ്കിൽ ഈ പറഞ്ഞ ടാക്സബിൾ പർപ്പസിനായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ITC എലിജിബിൾ. സോ motor vehicle used for transportation of person and approved seating capacity less than or equal to 13. That means including driver 13 seats ആണ് വരുന്നെങ്കിൽ there will not be any ITC. Other cases എല്ലാം എന്താണ്? ബിസിനസ് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ITC എലിജിബിൾ. അങ്ങനെയാണ് എപ്പോഴും ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സ് മനസ്സിലാക്കാൻ. ദാറ്റ് മീൻസ് ആക്ച്വലി എന്താണ്? ബിസിനസ് പർപ്പസിനാണ് ജനറലി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്ന ഐറ്റംസ് ആണ്. ബട്ട് 17 സബ്സെക്ഷൻ 5 പ്രകാരം കവർ ചെയ്താൽ എന്താണ്? ITC ബ്ലോക്ക് ചെയ്യും. AA vessel and aircraft except so generally vessel and aircraft business purpose use ചെയ്താൽ എന്താണ്? ITC കിട്ടൂല. where they are used for making first one following taxable supplies, namely further supply vessel or aircraft, transportation of passengers, impart training on navigation of vessel, or impart training or flying such aircraft. Then for transportation of goods. So നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എന്താണ്? 17 section 17 subsection 5 clause AA. സോ അവിടെ ക്ലോസ് A മോട്ടോർ വെഹിക്കിളിനെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? വെസൽ and aircraft. So vessel അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് എൻ്റെ ബിസിനസ് പർപ്പസിന് വേണ്ടി ഞാൻ വാങ്ങിച്ചുണ്ടെങ്കിൽ ജനറലി എന്താണ്? ITC ബ്ലോക്ക്ഡ് ആണ്. വെസൽ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ്. സോ ബിസിനസ് ചെയ്യാനായിട്ട് നോർമലി എന്ത് വേണ്ട? വെസൽ അല്ലെങ്കിൽ എയർക്രാഫ്റ്റിന്റെ ആവശ്യമില്ല. സോ അതുകൊണ്ട് എന്താണ്? ജനറലി ബ്ലോക്ക്ഡ് ആണ്. ബട്ട് except എന്താണ്? ഫസ്റ്റ് കേസ് ഫർദർ സപ്ലൈ
further supply of aircraft ആണെങ്കിൽ അല്ലെങ്കിൽ vessel ആണെങ്കിൽ eligible ആണ്. Then transportation of passengers, the passengers നെ transport ചെയ്യാനായിട്ടാണെങ്കിൽ എന്താണ്, that means ITC eligible ആണ്. Then imparting training, navigation of such vessel, navigation vessel in the case ആണെങ്കിൽ, then training flying aircraft ആണെങ്കിൽ. So ഇത്രയും കാര്യങ്ങൾ. Then എന്താണ്, vessel അല്ലെങ്കിൽ aircraft used for transportation of goods, transportation of goods. So ഇത് first set of ഇതാണ് making taxable supply such as. So further നേരത്തെ പറഞ്ഞ പോലെ തന്നെ further supply then transporting passengers. രണ്ട് ഇതിപ്പം വെസലും എയർക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ, വെസൽ ആണെങ്കിൽ നാവിഗേഷൻ, എയർക്രാഫ്റ്റ് ആണെങ്കിൽ ഫ്ലൈയിങ്, ട്രെയിനിങ് ഓൺ ഫ്ലൈയിങ്. ദെൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സിന് വേണ്ടിയിട്ടാണ് വെസൽ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് യൂസ് ചെയ്യുന്നെങ്കിൽ എന്ത് എലിജിബിൾ ആണ്, ITC എലിജിബിൾ. സോ ദാറ്റ് മീൻസ് എങ്ങനെ മനസ്സിലാക്കണം, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്, ദാറ്റ് മീൻസ് നോക്കുക ITC എലിജിബിൾ ആകുന്ന സെനാരിയോ, ദാറ്റ് മീൻസ് വെസൽ ആൻഡ് എയർക്രാഫ്റ്റ് ജനറലി എന്താണ് ITC കിട്ടൂല, ITC ineligible, that means blocked credit ആണ്. But if vessel അല്ലെങ്കിൽ aircraft used for further supply അല്ലെങ്കിൽ transportation of passengers, vessel ആണെങ്കിൽ നാവിഗേഷൻ, എയർക്രാഫ്റ്റ് ആണെങ്കിൽ ഫ്ലൈയിങ്, ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ ITC എലിജിബിൾ. സോ ഈ രണ്ട് കേസിലും എന്താണ്, നമുക്ക് ITC എലിജിബിൾ ആണ്. So where എന്ത് കേസിനും എന്താണ് വെസൽ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് യൂസ് ചെയ്യാൽ there will not be any ITC, it will cover under 17 subsection 5 blocked credits. Okay, then next one, clause AB, services of general insurance servicing repairs and maintenance so far as they relate to motor vehicle, vessel or aircraft referred in clause A or clause AA, referred in clause A or clause AA, provided input tax credit in respect of such service shall be available where the motor vehicle or vessel, clause A and clause AA are used for the purpose the taxable received by a taxable person, were received by a taxable person engaged in manufacture of such motor vehicle, vessel, aircraft, or supply of general insurance services in respect of such motor vehicle, vessel, aircraft insured by them. Then B, any of the following such supply services or both. So the up to this. Okay, so the clause B ആണ്, provided that input tax credit in respect of such service shall be available where the motor vehicle, vessel or aircraft referred in clause A and clause B are used for the purpose specified therein. Where the received taxable person engaged in the manufacture, then second where the taxable person engaged in manufacture of such motor vehicle, vessel or aircraft means supply of engaged in services in respect of such motor vehicle or aircraft is insured by him. Okay, so ഒന്ന് ശ്രദ്ധിക്കുക, clause AB. Okay, clause AB, services of general insurance servicing repairs and maintenance so far as they relate to motor vehicles referred in. Okay, so ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, പറഞ്ഞിരിക്കുന്നത് so ഇവിടെ 17 subsection 5 clause AA, 17 subsection 5 clause AA, services
of general insurance, services of general insurance, services of general insurance, comma, servicing, repairs and maintenance, comma, servicing, repairs and maintenance, maintenance of. Okay, so നമ്മൾ എന്താണ് ഇൻവേർഡ് സപ്ലൈ ആയിട്ട് കിട്ടുന്നത് സർവീസസ് ഓഫ് ജനറൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ സർവീസിംഗ്, റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ്. നമ്മൾ നേരത്തെ പറഞ്ഞ 17 subsection 5, 17 subsection 5. So 17 under section 17 subsection 5 clause A-ലോ clause A-ലോ പറയുന്ന ഒന്നുകിൽ എന്താകാം മോട്ടോർ വെഹിക്കിൾ, ദാറ്റ് മീൻസ് എന്താണ് ക്ലോസ് എ പ്രകാരമോ ക്ലോസ് എ പ്രകാരമോ ആ മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ വെസൽ അല്ലെങ്കിൽ എയർക്രാഫ്റ്റിന് എന്താണ് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ജനറൽ ഇൻഷുറൻസോ അല്ലെങ്കിൽ സർവീസിങ്ങിനോ റിപ്പയർസിനോ എന്ത് എ പ്രകാരം എന്തായാലും അതിനും എ ബി പ്രകാരം ഈ പറഞ്ഞ ഇൻപുട്ടിനും എന്ത് ആപ്ലിക്കബിൾ ആകും. സോ ദാറ്റ് മീൻസ് അതായത് ഓൾറെഡി 17 subsection 5 പ്രകാരം മോട്ടോർ വെഹിക്കിളിനോ അല്ലെങ്കിൽ ക്ലോസ് എ പ്രകാരം വെസലിനോ എയർക്രാഫ്റ്റിനോ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ഉള്ള പറഞ്ഞ മോട്ടോർ വെഹിക്കിളോ വെസലോ എയർക്രാഫ്റ്റോ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ജനറൽ ഇൻഷുറൻസോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സർവീസിങ്ങോ റിപ്പയർസിനോ അവിടെയും എന്താണ്, സോ അവിടെ നമ്മൾ ഇൻവേർഡ് സപ്ലൈ, സോ അത് റിപ്പയർ ചെയ്യുന്നു ആ വെസൽ അല്ലെങ്കിൽ ആ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ആ മോട്ടോർ വെഹിക്കിൾ റിപ്പയർ ചെയ്യുന്നു, അതിന് അഗേൻസ്റ്റ് ഉള്ള പേയ്മെന്റ് അവര് എന്താണ് GST കളക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടൂല, നമുക്ക് ആ കേസിലും എന്ത് പറ്റില്ല, അവിടെ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല, ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ഉള്ള മോട്ടോർ വെഹിക്കിളോ എയർക്രാഫ്റ്റോ അല്ലെങ്കിൽ വെസലോ ആണെങ്കിൽ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ഉള്ളതാണെങ്കിൽ ജനറൽ ഇൻഷുറൻസ്. സോ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, 2 പോയിന്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത് എ ബിയിൽ. സോ മോട്ടോർ വെഹിക്കിൾ ജനറൽ ഇൻഷുറൻസ്, മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ വെസല് അല്ലെങ്കിൽ എയർക്രാഫ്റ്റ്. ഓക്കെ, സോ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഇതിന് അഗേൻസ്റ്റ് ആയിട്ട് അണ്ടർ സെക്ഷൻ 17 subsection 5 ക്ലോസ് എ അല്ലെങ്കിൽ ക്ലോസ് എ പ്രകാരം ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ അതിന് അഗേൻസ്റ്റ് വീണ്ടും ഈ പറയുന്ന ജനറൽ ഇൻഷുറൻസോ ആ പറയുന്ന, സോ ഓൾറെഡി എനിക്കൊരു എക്സാമ്പിൾ എടുക്കുക, എനിക്കൊരു മോട്ടോർ വെഹിക്കിൾ ഉണ്ട്, സോ അതിൽ ഓൾറെഡി ഞാൻ എന്താണ് എൻ്റെ MDQ യൂസ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. സോ ദാറ്റ് മീൻസ് ഒബ്വിയസ്ലി എന്താണ് അതിന് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ഉണ്ട്. ദെൻ അതിന്റെ പുറത്ത് വരുന്ന ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് സർവീസോ റിപ്പയർസോ ചെയ്തു വരുന്ന നമ്മൾ കൺസിഡറേഷൻ കൊടുക്കുമ്പോൾ അവർ നമ്മുടെ നിന്ന് പിടിക്കുന്ന ടാക്സ് അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന ടാക്സ് എനിക്ക് എന്ത് കിട്ടില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല, നോ ITC. ബട്ട് സോ അവിടെ തന്നെ എക്സെപ്ഷണൽ സെനാരിയോ പറയാറുണ്ടല്ലോ. ഓക്കെ, സോ മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ വെസൽ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് യൂസ്ഡ് ഫോർ സ്പെസിഫൈഡ് പർപ്പസ് എന്ന് ഞാനിവിടെ പറയാണ്, സ്പെസിഫൈഡ് പർപ്പസ്. സോ എന്താണ് സ്പെസിഫൈഡ് പർപ്പസ്? സ്പെസിഫൈഡ് ഫർദർ സപ്ലൈ ആകാം, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് അല്ലെങ്കിൽ ട്രെയിനിങ് ഇമ്പാർട്ട് ചെയ്യുന്ന കേസസിലാണെങ്കിൽ എന്താണ് ഈ പറഞ്ഞ ജനറൽ ഇൻഷുറൻസും അല്ലെങ്കിൽ ഈ പറഞ്ഞ സർവീസ് ഉണ്ടോ. സോ ഇങ്ങനെ അതായത് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ഇല്ലാത്ത സോ 17 subsection 5 പ്രകാരം ഈ അല്ലെങ്കിൽ ക്ലോസ് എ പ്രകാരം ബ്ലോക്ക് അട്രാക്ട് ചെയ്യാത്ത വെസലോ മോട്ടോർ വെഹിക്കിളോ എയർക്രാഫ്റ്റോ ആണെങ്കിൽ അതിന് അഗേൻസ്റ്റ് ആയിട്ട് ജനറൽ ഇൻഷുറൻസോ സർവീസിങ്ങോ റിപ്പയർസോ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും, ITC എലിജിബിൾ ആണെന്ന്. ദെൻ അതുകൂടാതെ were received by a taxable person engaged in manufacture of such motor vehicle, vessel or aircraft. Manufacture of such motor, so ഈ പറയുന്ന motor vehicles, aircraft or vessel, or in supply of general insurance service in respect of motor vehicles, vessels or aircraft insured by him. Okay, in supply of general insurance service in respect of such motor vehicles അല്ലെങ്കിൽ vessels or aircraft insured by him. Okay, so ഈ കേസിലും എന്താണ് ഇൻപുട്ട് എലിജിബിൾ ആണ്.
were received by a taxable person engaged in manufacture of such motor vehicle അല്ലെങ്കിൽ vessel or aircraft. So അവർക്ക് input tax credit eligible ആണ്. In supply of general insurance services in respect of such motor vehicle vessels are insured by him. Okay. So ഈ കേസസിലും നമുക്ക് എന്താണ് ITC eligible ആണ്. Then clause B. So clause B യിൽ first one. Okay. So മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. Then clause B യിൽ 1 ൽ പറയുന്നത് the following supply of goods or services or both. The following supply of goods or supply or both. Goods or supply or both. Okay. 17 subsection 5 clause B. Food and beverages, outdoor catering, beauty treatment, health services, cosmetic and plastic surgery, leasing, renting or hiring of motor vehicles or vessel or aircraft referred to in clause A or clause AA, except when used for the purpose of specified therein, life insurance and health insurance provided. So ഈ പറയുന്ന ഐറ്റംസിനാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല, ITC കിട്ടില്ല, provided that input tax credit in respect of such goods or services both shall be available and inward supply of such goods and services both is used by a registered person for making outward taxable supply of same category. So very important, same category. ഇങ്ങനെ ബ്ലോക്ക് ക്രെഡിറ്റ് വരുന്നുണ്ട്. So same category of outward supply ആണ് കൊടുക്കുന്നതെങ്കിൽ supply of goods or service or both an element as an element of taxable composite or mixed supply. Okay. So say mixed supply യുടെ പാർട്ട് ആയിട്ട് അല്ലെങ്കിൽ composite supply യുടെ പാർട്ട് ആയിട്ട് outward supply same category of goods or service or both as an element of composite അല്ലെങ്കിൽ mixed supply ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, input tax credit available ആണ്. Then 2 പറയുന്നത് എന്താണ്, sub clause 2 പറയുന്നത് membership of a club, health and fitness center and travel benefits extend to, third one പറയുന്നത് travel benefits extend to employees on vacation such as leave or home travel concession. So ശ്രദ്ധിക്കേണ്ടത് provided that input tax credit in respect of such goods or service both shall be available where there is obligatory for an employer to provide the same to its employee under any law for the time being in force. Okay, so that means നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. 17 subsection 5 under section 17 subsection 5 clause B. Okay, so 17 subsection 5 following supply of goods or service or both. Supply of goods or service or both. Okay, നമുക്ക് 3 കാറ്റഗറിയാണ് ഇതിനകത്തുള്ളത്. 3 കാറ്റഗറി. ഫസ്റ്റ് വൺ വരുന്നത് സപ്ലൈ ഓഫ്, ഫസ്റ്റ് വൺ ഫുഡ് ഓർ ബീവറേജ്, then outdoor catering, beauty treatment, then leasing, renting or hiring motor vehicle, vessel അല്ലെങ്കിൽ aircraft, motor vehicle or vessel or aircraft. Okay, referred in clause A or clause AA, except when they are used for specified purpose, except used for specified purpose എന്തൊക്കെയാണ്, further supply, transportation of passengers and training അല്ലെങ്കിൽ driving impart ചെയ്യുന്നത്, except used for specified purpose. Okay, then health services, life
plastic and cosmetic surgery, then life and health insurance. Life and health insurance. സോ ഈ പറയുന്ന ഇൻവേർഡ് സപ്ലൈ ആണെങ്കിൽ സോ എൻ്റെ ബിസിനസ്സിന് ഫുഡ് അല്ലെങ്കിൽ ബെവറേജ് അല്ലെങ്കിൽ സോ എനിക്കൊരു എൻ്റെ ബിസിനസ്സിൻ്റെ ഒരു ഫംഗ്ഷൻ നടക്കുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക, എൻ്റെ ബിസിനസ്സിൻ്റെ ഒരു ഫംഗ്ഷൻ നടക്കുന്നു. സോ ദാറ്റ് ഫംഗ്ഷൻ ഷുഡ് ബി എന്താണ് എൻ്റെ ബിസിനസ്സിൻ്റെ ഫർദറൻസിന് ആവശ്യമാണ്. ബട്ട് ആ ബിസിനസ്സിലേക്ക് ഒരു കാറ്ററിംഗ് സർവീസ്, അവിടെ ഫുഡ് അല്ലെങ്കിൽ ബെവറേജ് അല്ലെങ്കിൽ കാറ്ററിംഗ് സർവീസ് വന്ന് സോ നമ്മൾ അതിനൊക്കെ അനുസരിച്ച് കൊടുക്കുമ്പോൾ അവരെന്താണ് കാറ്റർ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചാർജ് ചെയ്യും? പിന്നെ GST ചാർജ് ചെയ്യും. സോ അങ്ങനെ വരുന്ന GSTക്ക് എനിക്ക് എന്താണ് എലിജിബിൾ അല്ല. എന്തിന് എലിജിബിൾ അല്ല? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. ഫുഡ് ആൻഡ് ബിവറേജ്, ഔട്ട്ഡോർ കാറ്ററിംഗ്, ബ്യൂട്ടി ട്രീറ്റ്മെന്റ്, ലീസിംഗ് ആൻഡ് റെന്റിംഗ്. സോ ദാറ്റ് മീൻസ് എയിൽ പറഞ്ഞു എക്സെപ്റ്റ് സോ സ്പെസിഫൈഡ് പർപ്പസിന് യൂസ് ചെയ്യാനാണെങ്കിൽ എന്താണ് അവിടെ കിട്ടും. ദെൻ ഹെൽത്ത് സർവീസ്, പ്ലാസ്റ്റിക് ആൻഡ് കോസ്മെറ്റിക് സർജറി, ലൈഫ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. സോ ഈ പറയുന്ന കേസസിൽ തന്നെ എന്താണ് ജനറലി എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇതിനൊന്നും എന്ത് കിട്ടില്ല? ITC കിട്ടില്ല. ദാറ്റ് മീൻസ് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് കവർ ചെയ്യുന്നതാണ്. ദെൻ സെക്കൻഡ് വൺ സബ് ക്ലോസ് 2 പറയുന്നത് ക്ലബ് മെമ്പർഷിപ്പ്, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് സെന്റർ. സോ അതായത് എൻ്റെ എംപ്ലോയിക്ക് ഒരു ക്ലബ് മെമ്പർഷിപ്പ് ഞാൻ എടുത്തു കൊടുക്കുകയാണ്. സോ അതിന് ഞാൻ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ സോ അവിടെ എനിക്ക് എന്താണ് സോ എൻ്റെ എംപ്ലോയിക്ക് ഞാൻ അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബിസിനസിന്റെ ഫർദറൻസിന് വേണ്ടിയിട്ടാണ്. പക്ഷേ എന്താണ് അങ്ങനെ കൊടുക്കുന്ന മെമ്പർഷിപ്പിന് അഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് സെന്ററിന് അഗെയിൻസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് സോ എനിക്ക് എന്താണ് ഇൻവേർഡ് സപ്ലൈ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അവര് GST ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടത്തില്ല? 17 subsection 5 clause B പ്രകാരം അത് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ആണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്യാൻ പറ്റില്ല. ദെൻ തേർഡ് വൺ ക്ലോസ് 3 സബ് ക്ലോസ് 3 എന്താണ്? ട്രാവൽ ബെനിഫിറ്റ് ടു എംപ്ലോയീസിന് ട്രാവൽ ബെനിഫിറ്റ്സ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഈ കേസിൽ ഇതിനകത്തെല്ലാം നോ ITC, ജനറലി നോ ITC. ഇവിടെയും നോ ITC, ഇവിടെയും എന്താണ് നോ ITC. സോ ജനറലി ഈ പറയുന്ന പേയ്മെന്റ് അഗെയിൻസ്റ്റ് ആയിട്ട് ഒന്നും തന്നെ എന്താണ് സോ ഇതെല്ലാം ബിസിനസിന്റെ ഫർദറൻസിന് വേണ്ടിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ എന്താണ് ITC കിട്ടൂല. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു പോയിന്റ്. ഇവിടെ നമുക്ക് ഈ പറയുന്ന കേസസ് എല്ലാം തന്നെ സോടെ എടുത്തു പറയുന്നതാണ്. ക്ലോസ് എയിൽ നോക്കുക, പ്രൊവൈഡഡ് that input tax credit in respect of such goods or service or both shall be available where the inward supply of such goods or service both are used by a registered person in making outward supply of same category of goods or service or both as an element of taxable composite mixed supply. Taxable or composite mixed supply. So ഇവിടെ ഈ പറയുന്ന items generally there will not be no ITC. Generally ഈ പറഞ്ഞ കാറ്റഗറി ഫുഡ്, ബിവറേജ്, ദെൻ ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനെയുള്ള എല്ലാം തന്നെ ബ്യൂട്ടി ട്രീറ്റ്മെന്റ്, ഔട്ട്ഡോർ കാറ്ററിംഗ്, health services, plastic and cosmetic surgery, life and health insurance. Then same category of outward supply. So ഞാൻ ഒരു കാറ്ററിംഗ് അല്ലെങ്കിൽ കാറ്ററിംഗ് സർവീസ് പ്രൊവൈഡർ ആണ്. സോ എനിക്ക് എന്താണ് ഒരു കാറ്ററിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് വേറെ ഒരു ഒരു കാറ്ററുടെ കയ്യിൽ നിന്ന് ഞാൻ എന്താണ് ഐസ്ക്രീം അങ്ങനെ ഒരു സെയിം കാറ്റഗറി ഓഫ് അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തും ആകാം കേട്ടോ. സോ സെയിം എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. സെയിം കാറ്റഗറി, സോ ഞാനൊരു കാറ്ററാണ്, എനിക്കൊരു വലിയൊരു കാറ്ററിംഗ് സർവീസ് കിട്ടി. സോ അവിടെ അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് എന്താണ് വേറെ ഒരു കാറ്ററുടെ സർവീസ് ഞാൻ എടുത്തെങ്കിൽ സോ എനിക്ക് എന്താണ് ഇൻവേർഡ് സപ്ലൈ കിട്ടുന്നത് ഞാൻ എന്താണ് സെയിം സോർട്ട് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈക്ക് വേണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ എനിക്ക് എന്താണ് ITC അലൗഡ് ആണ്. ദെൻ സോ നമ്മൾ ഈ പറയുന്നത് ഇൻവേർഡ് സപ്ലൈ യൂസ് ചെയ്യുന്നത്
ഒരു എലമെന്റ് ഓഫ് ടാക്സബിൾ ആയിട്ടുള്ള ഒരു കോമ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു മിക്സഡ് സപ്ലൈയുടെ പാർട്ടായിട്ടാണ് കൊടുക്കുന്നത് എങ്കിൽ അവിടെയും എന്താണ് ITC കിട്ടും ട്ടോ. സോ ഈ പറഞ്ഞ ഐറ്റംസിന് ജനറലി ദർ വിൽ നോട്ട് ബി എനി ITC, ബട്ട് എനിക്ക് ഇൻവേർഡ് സപ്ലൈ കിട്ടിയ അതേ സപ്ലൈ തന്നെയാണ് ഞാൻ ഔട്ട്വേർഡ് സപ്ലൈ കൊടുക്കുന്നെങ്കിൽ എന്താണ് എനിക്ക് ITC കിട്ടും. അതല്ലാതെ എന്താണ് ഇതെല്ലാം കൂടെ ഇത് ചേർത്തിട്ട് ഒരു മിക്സഡ് സപ്ലൈ അല്ലെങ്കിൽ കോമ്പോസിറ്റ് സപ്ലൈ ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ആ സപ്ലൈ ടാക്സബിൾ സപ്ലൈ ആണെങ്കിൽ എന്താണ് എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്യാം. സോ ക്ലബ് മെമ്പർഷിപ്പ് ഫീസിനോ ഹെൽത്ത് ഫിറ്റ്നസിനോ അല്ലെങ്കിൽ ട്രാവൽ ബെനിഫിറ്റോ ഒന്ന് തന്നെ എന്താണ് എംപ്ലോയി കൊടുക്കുന്നത്, അതിന് എന്ത് കിട്ടില്ല, ITC കിട്ടില്ല. പക്ഷേ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ 3 കാറ്റഗറി, ദാറ്റ് മീൻസ് എന്താണ് നമ്മളിപ്പോൾ പറയാണ് 1, 2, 3 മൂന്നിനും കൂടെ ചേർത്താണ് പറയുന്നത്. സബ് ക്ലോസ് 1, സബ് ക്ലോസ് 2, സബ് ക്ലോസ് 3. സോ ഇതിന് മൂന്നിനും കൂടെ ചേർത്ത ഉള്ള പ്രൊവിഷൻ ആണ് പറയുന്നത്. സോ ഈ പറഞ്ഞ സപ്ലൈ കൊടുക്കണം എന്നുള്ളത് ഇറ്റ് ഈസ് ഒബ്ലിഗേറ്ററി അണ്ടർ ലോ സോ അതാണ് പറയുന്നത് പ്രൊവൈഡഡ് shall be leviable input tax credit in respect of such goods or service or more shall be leviable, very obligatory for an employer to provide the same to employee under any law for the time being in force. Okay, obligatory under law for employer to provide to employee. No, so that means ഇതിനകത്ത് സ്റ്റുഡൻസ് നോർമലി ലാസ്റ്റ് കേസ് മാത്രം ട്രാവൽ ബെനിഫിറ്റ് കേസ് മാത്രം എന്ന് മിസ് ഇന്റർപ്രറ്റ് ചെയ്യാറുണ്ട് അല്ല. സോ ഔട്ട്ഡോർ കാറ്ററിംഗ് അല്ലെങ്കിൽ ബ്യൂട്ടി ട്രീറ്റ്മെന്റ് സോ എംപ്ലോയിക്ക് കൊടുക്കണം എന്ന് ഒബ്ലിഗേറ്ററി ആണെങ്കിൽ എന്താണ് ITC കിട്ടും. ദെൻ ക്ലബ് മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ഇറ്റ് ഈസ് എന്താണ് ഒബ്ലിഗേറ്ററി ആണ്. ഒബ്ലിഗേറ്ററി അണ്ടർ ലോ എംപ്ലോയർക്ക് എംപ്ലോയിക്ക് കൊടുക്കണം എന്ന് ഒബ്ലിഗേറ്ററി അണ്ടർ ലോ ആണെങ്കിൽ അതിനും എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. ദെൻ ട്രാവൽ ബെനിഫിറ്റ് കൊടുക്കണം എന്ന് ഒബ്ലിഗേറ്ററി അണ്ടർ ലോ ആണെങ്കിൽ അതിനും എന്ത് കിട്ടും, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എലിജിബിൾ ആകും എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ 17 സബ്സെക്ഷൻ 5 ക്ലോസ് ബിയിൽ സബ് ക്ലോസ് 1, സബ് ക്ലോസ് 2 ആൻഡ് സബ് ക്ലോസ് 3. അപ്പോൾ ഇത് മൂന്നിനും കൂടെ ഒബ്ലിഗേറ്ററി അണ്ടർ ലോ ആണെങ്കിൽ ഇനി ലോ എംപ്ലോയർ പ്രൊവൈഡ് എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യണം. ഒബ്ലിഗേറ്ററി അണ്ടർ ലോ ആണെങ്കിൽ ദെൻ എന്താണ് ITC എലിജിബിൾ ആണ്. സോ ഈ കേസിൽ എന്ത് പറയാം, ITC എലിജിബിൾ. സോ ജനറലി ITC എലിജിബിൾ അല്ല ഈ പറയുന്ന 3 കാറ്റഗറിയും. സോ ഫസ്റ്റ് സബ് ക്ലോസ് 1 എന്താണ് സെയിം കാറ്റഗറി ഓഫ് ഔട്ട്വേർഡ് സപ്ലൈ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. ദെൻ എലമെന്റ് ഓഫ് ഒരു കോമ്പോസിറ്റ് സപ്ലൈ അല്ലെങ്കിൽ മിക്സഡ് സപ്ലൈ ഉണ്ട്, ഒന്നിൽ കൂടുതൽ സപ്ലൈയുടെ ഒരു ടാക്സബിൾ സപ്ലൈയുടെ പാർട്ടായിട്ടാണ് ഇത് കൊടുക്കുന്നതെങ്കിലും നമുക്ക് എന്ത് കിട്ടും, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. സോ ഹോട്ടൽസ് സംടൈംസ് റൂം പ്ലസ് ഫുഡ് എന്താണ് റൂമിലേക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു സെനാരിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും എന്താണ് അതൊരു കോമ്പോസിറ്റ് സപ്ലൈയുടെ ടാക്സബിൾ സപ്ലൈയുടെ പാർട്ടായിട്ടാണ് വരുന്നത്. സോ അവിടെ നമുക്ക് എന്ത് കിട്ടും, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എലിജിബിൾ ആണ് എന്നാണ് എന്ത് സെക്ഷൻ പറയുന്നത്, സെക്ഷൻ 17 സബ്സെക്ഷൻ 5 ക്ലോസ് ബി സബ് ക്ലോസ് 1, 2 and 3 പറയുന്നത്. ഓക്കെ, next one 17 subsection 5 clause C works contract service when supplied by for works contract service when supplied for construction of an immovable property other than plant and machinery except where it is an input service for further supply of works contract service. No, so 17 subsection 5 clause C. Okay, so important. Okay, ഇതിൽ നിന്നൊക്കെ ഒരു വലിയ ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ആയിട്ട് കയറി വരുന്നതാണ്. അണ്ടർ സെക്ഷൻ 17 സബ്സെക്ഷൻ 5 ക്ലോസ് C. 17 subsection 5 clause C. 17 subsection 5 clause C. Okay, ശ്രദ്ധിക്കാം. 17 subsection 5 clause C. സോ ഇവിടെ എന്താണ് വർക്ക്സ് കോൺട്രാക്ട് സർവീസ്. സോ ഇവിടെ കൊടുക്കുന്നത് വർക്ക്സ് കോൺട്രാക്ട് സർവീസ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ആൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി.
സോ ഫസ്റ്റ് കേസ് എന്താണ്? ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് immovable property, construction of immovable property other than plant and machinery. എടുത്തു പറയുന്ന പോയിന്റ് ആണ് എന്ത്? അതർ ദാൻ പ്ലാന്റ് ആൻഡ് മെഷീനറി, അതർ ദാൻ പ്ലാന്റ് ആൻഡ് മെഷീനറി. ഓക്കെ, സോ പ്ലാന്റ് ആൻഡ് മെഷീനറി ഒഴിച്ച് കൺസ്ട്രക്ഷൻ ഓഫ് എനി ഇമ്മോൾ പ്രോപ്പർട്ടി അതിന് സപ്ലൈഡ് ഫോർ. സോ കൺസ്ട്രക്ഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ എന്താണ്? there will not be no ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. സോ ഉണ്ടോ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. ഇതിനകത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എടുത്തറിയണം. ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി കൺസ്ട്രക്ട് ചെയ്യാനായിട്ടാണ് എനിക്കൊരു വർക്ക്സ് കോൺട്രാക്ട് ഞാൻ എടുത്തതെങ്കിൽ എനിക്ക് എന്താണ്? ITC എലിജിബിൾ ആണ്. Then except where an input service for further supply of works contract service ഫർദർ ഒരു സബ് കോൺട്രാക്ട് പോലെയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഫർദർ സപ്ലൈ ഓഫ് വർക്ക്സ് കോൺട്രാക്ട്. സോ ഫർദർ സപ്ലൈ ദാറ്റ് മീൻസ് സബ് കോൺട്രാക്ട് പോലെയാണ് സബ് കോൺട്രാക്ട് ആണ് ഞാൻ എനിക്ക് എടുത്തിരിക്കുന്നത് സബ് കോൺട്രാക്ട് എടുത്തിരുന്നെങ്കിൽ അതും എന്തിന് എലിജിബിൾ ആണ്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് എലിജിബിൾ ആണ്. സോ ദാറ്റ് മീൻസ് എന്താണ്? സോ ഇമ്മോൾ പ്രോപ്പർട്ടി, സോ ദാറ്റ് മീൻസ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചറിന് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന, സോ കൺസ്ട്രക്ഷൻ ഓഫ് ഇമ്മോൾ പ്രോപ്പർട്ടി ക്യാപിറ്റലൈസ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ അതിനാണെങ്കിൽ എന്താണ്? ITC കിട്ടില്ല. സോ ദാറ്റ് മീൻസ് അവിടെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ P&L ഒരു റവന്യൂ നേച്ചർ ആണെങ്കിൽ അതിന് എന്ത് കിട്ടുകയും ചെയ്യും? സോ എന്താണ്? ഇമ്മോൾ പ്രോപ്പർട്ടി അല്ല. സോ അത് ക്യാപിറ്റലൈസ് ചെയ്യുന്ന സെനാരിയോയിലാണ് നമുക്ക് എന്ത് വരുന്നത്? ITC ക്രെഡിറ്റ് കിട്ടാതെ വരുന്നത്. സോ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെന്നുണ്ടെങ്കിൽ ITC കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ ക്യാപിറ്റലൈസ് കേസ് വരുന്നത് എടുത്തു പറയുന്നത് നെക്സ്റ്റ് പോയിന്റിലാണ് എടുത്തു പറയുന്നത്, ഡിയിലാണ് എടുത്തു പറയുന്നത് ക്യാപിറ്റലൈസ് പോയിന്റ് എടുത്തു പറയുന്നത്. ഓക്കെ, സോ ഇവിടെ റൈറ്റ് നൗ എന്താണ് പറയുന്നത്? വർക്ക്സ് കോൺട്രാക്ട്. സോ ഗുഡ്സ് then D കൂടെ നോക്കാം. If goods or service or both received by a taxable person for construction of an immovable property other than plant and machinery on his own account, including when such goods or service are both used in the course or furtherance of business. So D പറയുന്നത് goods or service or both received by a taxable person for construction of an immovable property other than plant and machinery on his own account, including when such goods or service or both are used in the course or furtherance of business. So അവിടെ പറയുന്ന പോയിന്റ്. സോ ഇവിടെയും എന്താണ്? വർക്ക്സ് കോൺട്രാക്ട് ക്യാപിറ്റലൈസ്ഡ് കേസ് ഡി, ഇവിടെയും സിയും ക്യാപിറ്റലൈസ്ഡ്. സോ വർക്ക്സ് കോൺട്രാക്ട് സർവീസസ് ക്യാപിറ്റലൈസ് ചെയ്താൽ P&L വരെയാണെങ്കിൽ നമുക്ക് ITC എലിജിബിൾ ആണ്. അടുത്ത കേസിലും ക്ലോസ് ഡി 17 സബ്സെക്ഷൻ 5 ക്ലോസ് ഡിയിൽ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കുക. 17 സബ്സെക്ഷൻ 5 ക്ലോസ് ഡി. സോ ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് റിസീവ്ഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ. ഓക്കെ, ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ഓർ ബോത്ത് റിസീവ്ഡ് ബൈ എ, ഇവിടെ കൺസ്ട്രക്ഷൻ സർവീസ് ആയിരുന്നു. ഇവിടെ ഗുഡ്സ് ഓർ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ബൈ എ ടാക്സബിൾ പേഴ്സൺ ഫോർ construction of immovable property other than plant and machinery. So അവിടെയും എന്താണ് പറയുന്നത്? other than plant and machinery for construction of on his own account, including when such goods or service or both are used in the course or furtherance of business. So on his own account ആണെങ്കിൽ എന്താണ്? എന്ത് കിട്ടില്ല? നോ ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. ബട്ട് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ, സോ പ്ലാന്റ് ആൻഡ് മെഷീനറി കൺസ്ട്രക്ഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ എന്ത് കിട്ടുകയും ചെയ്യും? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് എലിജിബിൾ ആണ്. അതാണ് എന്ത് പറയുന്നത്? 17 സബ്സെക്ഷൻ 5 ക്ലോസ് ഡി. സോ ദാറ്റ് മീൻസ് ഇവിടെയും എന്താണ്? കൺസ്ട്രക്ഷൻ. ഓക്കെ, സോ
ഇമ്മോൾ പ്രോപ്പർട്ടി, ദാറ്റ് മീൻസ് ക്യാപിറ്റലൈസ് ചെയ്യുന്ന ഇമ്മോൾ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ഓർ ബോത്ത്. സോ സംടൈംസ് റിപ്പേഴ്സിന് വേണ്ടി അത് P&L ആണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ എന്താണ് അത് കൺസ്ട്രക്ഷൻ ഓഫ് ഇമ്മോൾ പ്രോപ്പർട്ടി പോലെ എടുക്കാതെ P&L ക്യാപിറ്റലൈസ് ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ് വിൽ ബി അലൗഡ് ആസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഓക്കെ, then for the purpose of clause C and D, the expression construction includes reconstruction, renovation, addition or alteration or repairs to the extent capitalization to the said immovable property. ഉണ്ടോ ക്യാപിറ്റലൈസേഷൻ. അതുകൊണ്ട് തന്നെയാണ് ഇതും കൂടെ ആക്കി നമുക്ക് എന്താണ് ഇവിടെയും രണ്ട് കേസിലും എന്താണ് ക്യാപിറ്റലൈസ് എന്താണ് നമ്മൾ ഈ ആ ഒരു എക്സ്പ്ലനേഷൻ കൂടെ വരുമ്പോഴാണ് ഇവിടെയും ക്യാപിറ്റലൈസ് ഉണ്ടാവണം, ഇവിടെയും എന്താണ് ക്യാപിറ്റലൈസ്ഡ് ആണെങ്കിലാണ് എന്താണ് ITC ക്രെഡിറ്റ് കിട്ടാത്തത്, ബ്ലോക്ക് ആകുന്നത്. അതർവൈസ് ടു ദ എക്സ്റ്റെന്റ്. സോ ക്യാപിറ്റലൈസ് ചെയ്യാതെ P&L നമ്മൾ നോർമലി എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് കാണിക്കുന്നതെങ്കിൽ ITC എലിജിബിൾ ആണ്. 17 subsection 5 clause C and clause D എലിജിബിൾ ആണ്. ഇപ്പോൾ ക്യാപിറ്റലൈസ് ചെയ്യുമ്പോൾ കണ്ടീഷൻസ് സോ പ്ലാന്റ് ആൻഡ് മെഷീനറി വെച്ച് ബാക്കി കേസിൽ ക്യാപിറ്റലൈസ് ചെയ്താൽ there will not be any ITC. സോ ഇത് ക്യാപിറ്റലൈസ് ചെയ്യുന്നില്ല, ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ കണക്കാണ് വരുന്നതെങ്കിൽ എന്താണ് ITC എലിജിബിൾ ആണ് ആസ് പെർ section 17 subsection 5 clause C and clause D. Then clause E, goods or services or both which has been paid under section 10. So that means എന്താണ് section 10 എന്താണ് composition scheme. Okay, tax paid. Okay, so GST under composition scheme. So നമ്മുടെ അവർ എന്താണ് 1% നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് 1% 1 then 5 അല്ലെങ്കിൽ 6 വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് then അവിടെ എന്ത് കിട്ടൂല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. സോ അവര് എന്താണ് ബിൽ ഓഫ് ഇൻപുട്ട് ടാക്സ് ഇൻവോയ്സ് ബിൽ ഓഫ് സപ്ലൈ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ അവിടെ നമ്മളൊരു ഇൻവേർഡ് സപ്ലൈ കോമ്പോസിറ്റ് സ്കീം ഓപ്റ്റ് ചെയ്യുന്നവിടെ നിന്നാണ് കിട്ടുന്നതെങ്കിൽ there will not be any ITC for paying composition tax. Then goods or services or both received by a non-resident taxable person except on goods imported by him. So ഇന്ത്യക്ക് പുറത്തുള്ള ആളൊന്നും ഇന്ത്യയിൽ ബിസിനസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നവരെയാണ് നമ്മൾ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ അയാൾക്ക് കിട്ടുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ഓർ ബോത്ത്. ഓക്കെ, ടാക്സബിൾ പേഴ്സൺ എക്സെപ്റ്റ് ഓൺ ഗുഡ്സ് ഇമ്പോർട്ടഡ് ബൈ ഹിം, except goods imported. Okay, so goods import ചെയ്താൽ നമുക്ക് എന്താണ് IGST വരും, IGST വരും, അതിനെന്താണ് ITC അലൗഡ് ആണ്. സോ ബാക്കിയുള്ള കേസിൽ ITC നോട്ട് അലൗഡ്. ഓക്കെ, നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് റിസീവ്ഡ് ബൈ എ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ, ആ കേസിൽ എന്താണ് ITC ബ്ലോക്ക്ഡ് ആണ്. No, then obviously നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. സോ ഇതിനകത്തെല്ലാം ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് യൂസ്ഡ് ഫോർ പേഴ്സണൽ കൺസംഷൻ. സോ ബിസിനസ്സിനാണെങ്കിൽ മാത്രം നമ്മൾ ഓൾറെഡി ബ്ലോക്ക് ഗുഡ്സിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ജനറലി ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്താൽ ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് ആണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം എന്ത് കിട്ടും, ITC കിട്ടും. പേഴ്സണൽ പർപ്പസ് ആണെങ്കിൽ കിട്ടൂല. ക്ലോസ് ജിയിൽ പറയുന്നത് പേഴ്സണൽ പർപ്പസിലാണെങ്കിൽ കിട്ടില്ല. ദെൻ ഗുഡ്സ് സ്റ്റോളൻ lost, then destroyed, write off or disposed of by way of gift or free sample and. Okay, then നോക്കുക ഗുഡ്സിന്റെ കേസാണ് പറയുന്നത്. ഗുഡ്സ് ഓക്കെ, സോ ഞാൻ ഗുഡ്സ് മേടിച്ചു, സോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ് അവർ അത് പറയാണ് ലോസ്റ്റ്. സോ ദാറ്റ് മീൻസ് ഞാൻ എന്താണ് ഔട്ട്വേർഡ് സപ്ലൈ പ്രൊവൈഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യില്ല, അതിന് മുമ്പ് എന്താണ് അത് ലോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റോളൻ അല്ലെങ്കിൽ ഡിസ്ട്രോയിഡ്. then write off or disposed of write off അല്ലെങ്കിൽ disposal, gift or free sample. സോ ഈ കേസ് ആണെങ്കിൽ സോ നിങ്ങൾ എന്ത് ചെയ്യില്ല, ടാക്സബിൾ സപ്ലൈക്ക് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ, അത് കളഞ്ഞു പോയി, അല്ലെങ്കിൽ സ്റ്റോളൻ അല്ലെങ്കിൽ ഡിസ്ട്രോയ് അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ഡിസ്പോസ് അല്ലെങ്കിൽ ഫ്രീ ഗിഫ്റ്റ് ആയിട്ടോ ഫ്രീ സാമ്പിൾ ആയിട്ടോ ആണ് കൊടുത്തിരിക്കുന്നത്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് കിട്ടത്തില്ല, ഇങ്ങനെയാണ് ഈ പറയുന്ന പർപ്പസ് ആണ് ഈ പറയുന്ന കാര്യങ്ങളാണ് സംഭവിച്ചെങ്കിൽ there will not be any ITC. സോ എൻ്റെ ഗുഡ്സ് കളഞ്ഞുപോയി, സോ എനിക്കിനി എന്താണ് അതെന്ത് പർപ്പസിന് യൂസ് ചെയ്തിട്ടില്ല, ഔട്ട്വേർഡ് സപ്ലൈക്ക് ഒന്നും യൂസ് ഇല്ല. ദെയർഫോർ എന്താണ് അതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾ ഓൾറെഡി പർച്ചേസ് ഇപ്പോൾ കൊടുത്ത എന്താണ് അതിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും.
അതേപോലെ സ്റ്റോളൻ ആണെങ്കിലും ഡിസ്റ്റോൾഡ് ആണെങ്കിലും റൈറ്റ് ഓഫ് ഓർ ഡിസ്പോസ്ഡ് ഓഫ് ബൈ വേ ഓഫ് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഫ്രീ സാമ്പിൾ എന്ന് പറയുന്നത് എന്തായിട്ട് കൂട്ടില്ല, കൺസിഡറേഷൻ ഉള്ള ഒരു സപ്ലൈ ആയിട്ട് വരില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ പറയുന്ന കാര്യങ്ങൾക്കായിട്ടാണ് ഗുഡ്സ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നഷ്ടമായിരിക്കുന്ന ഈ രീതിയിലാണെങ്കിൽ എന്താണ്, ആ ഗുഡ്സ് പർച്ചേസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇൻവേർഡ് സപ്ലൈ, ആ ഗുഡ്സ് സപ്ലൈ കിട്ടിയപ്പോൾ നിങ്ങൾ ഓൾറെഡി പേ ചെയ്ത ഇൻപുട്ട് ടാക്സ് എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. subsection 5 last clause I. Tax paid on account of with the provisions of section. Okay. So എന്താണ്, രജിസ്റ്റേർഡ് പേഴ്സൺ അതിനകത്ത് ഇവേഷൻ അല്ലെങ്കിൽ ഡിറ്റൻഷൻ, കോൺഫിസ്കേഷൻ. സോ രജിസ്റ്റേർഡ് പേഴ്സന്റെ ഈ പറഞ്ഞ നടത്തിയിട്ട് സെക്ഷൻ 74 സെക്ഷൻ 129 സെക്ഷൻ 130 പ്രകാരം പ്രൊവിഷൻസ് പ്രകാരം സുവേഷൻ നടത്തിയത് കണ്ടുപിടിച്ച് അവർ ഡിറ്റൈൻ ചെയ്ത് കോൺഫിസ്കേറ്റ് ചെയ്താൽ അതോറിറ്റി എന്താണ്, ഡിറ്റൈൻ ചെയ്തു അല്ലെങ്കിൽ കോൺഫിസ്കേറ്റ് ചെയ്ത ഗുഡ്സിന്റെ പുറത്ത്. സോ അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഓൾറെഡി ഞാനത് പർച്ചേസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ എനിക്കത് ഇൻവേർഡ് സപ്ലൈ കിട്ടിയപ്പോൾ എന്താണ്, ITC പ്രൊവൈഡ് ചെയ്തു അല്ലെങ്കിൽ ടാക്സ് എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഇതിന്റെ പുറത്ത് എനിക്ക് ITC, ഈ പറയുന്നതിന്റെ പുറത്ത് എനിക്ക് എന്താണ്, ITC എന്താണ്, ക്ലോസ് I പ്രകാരം 17 സബ്സെക്ഷൻ 5 ക്ലോസ് I പ്രകാരം എന്താണ്, ഈ പറയുന്ന പ്രൊവിഷൻസ് പ്രകാരം ഈ പറയുന്ന ഐറ്റംസ് സെക്ഷൻ അട്രാക്ട് ചെയ്ത് കൊടുക്കുന്ന ടാക്സ് എന്തായിട്ട് വിട്ടില്ല, ഇൻപുട്ട് ടാക്സ് എന്റെ ബിസിനസ് പർപ്പസിനാണെന്നൊന്നും പറഞ്ഞ് എന്താണ്, സോ അതോറിറ്റി എന്താണ്, എന്നെ പീനലൈസ് ചെയ്യാണ്. സോ ഞാനൊരു ആക്ട് പ്രകാരം ചെയ്യേണ്ട രീതിയിലല്ലാതെ പ്രൊവിഷൻസിനെ എന്താണ് വയലേറ്റ് ചെയ്തു. സോ അതോറിറ്റി എന്നെ പിടിച്ചു, എനിക്ക് എന്ത് ചെയ്തു, ടാക്സ് അടയ്ക്കേണ്ടി വന്നു. ദെൻ ആ ടാക്സ് എന്റെ ബിസിനസ് പർപ്പസിനാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നാണ് എന്ത് പറയുന്നത്, ക്ലോസ് I. Any input tax paid in accordance with provisions of section 74, 729, 30. So ഈ പറയുന്ന ഇതിന്റെ പുറത്തുള്ളത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. Then last section 17 subsection 6 ആണ് പറയുന്നത്. The government may prescribed manner in which credit offered in subsection 1 and 2 may attributed. Okay. 17 subsection 1 2 government may prescribe manner in which credit offered. So എങ്ങനെയാണ് അതാണ് ഒരു എന്താണ് രണ്ട് 17 subsection 1ലും 17 subsection 2ലും പറയുന്നത് എന്താണ്, അപ്പോർഷൻമെന്റ് ആണ്. സോ ഗവൺമെന്റ് എന്ത് ചെയ്യും, പ്രിസ്ക്രൈബ് ചെയ്യും എങ്ങനെ അപ്പോർഷൻ ചെയ്യും. സോ അതിന് സ്പെസിഫിക് സെക്ഷൻസും ക്ലോസസും കാര്യങ്ങളും ഉണ്ട്. സോ നമ്മളത് ഫൈനൽ ലെവലിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്സ്പ്ലനേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് ചാപ്റ്റർ 6. Expression plant and machinery means apparatus. Any apparatus. No, plant and machinery means any apparatus, equipment and machinery fixed to earth by foundation or structural support that are used for making outward supply of goods or services or both, and includes such foundation and structural support but excludes land, building or any other civil structure, telecommunication towers and pipelines laid outside the factory. No. So ഈ പറയുന്ന കാറ്റഗറി ഉണ്ട് except, that means എന്താണ്, ഈ പറയുന്നത് എന്തല്ല, പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ല. പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ല എങ്കിൽ എന്താണ്, 17 സബ്സെക്ഷൻ DO പ്രകാരം എന്താണ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ബ്ലോക്ക് ചെയ്യും. പ്ലാന്റ് ആൻഡ് മെഷീനറി, അപ്പാരറ്റസോ അല്ലെങ്കിൽ എക്യുപ്മെന്റോ മെഷീനറി ഫിക്സ്ഡ് ടു എർത്ത് ബൈ സ്ട്രക്ചറൽ സപ്പോർട്ട് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഔട്ട്വേർഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ബോത്ത് and include such foundation and structural support. So ആ പറയുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ ആൻഡ് സ്ട്രക്ചറൽ സപ്പോർട്ട് എന്താണ്, പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻക്ലൂഡ് ആണ്. സോ അത് ബബിൾ ഫ്രീ ഇതിനു വേണ്ടിയിട്ട് ഒരു മെഷീനറി സ്ട്രക്ചറൽ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സ്ട്രക്ചറൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതെന്തിനകത്ത് വരും, നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എലിജിബിൾ ആണ്. ബട്ട് എന്താണ്, ലാൻഡ്, ബിൽഡിംഗ്, അതർ സിവിൽ സ്ട്രക്ചർ ഒന്നും തന്നെ കിട്ടത്തില്ല, ITC കിട്ടില്ല. ബിക്കോസ് അത് എന്തിൽ നിന്ന് എക്സ്ക്ലൂഡഡ് ആണ്, പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ നിന്ന് എക്സ്ക്ലൂഡഡ് ആണ്. Then telecommunication towers and pipelines laid outside the premise of factory. Outside the factory premise ആണെങ്കിൽ എന്തായിട്ട് കൂട്ടില്ല, അത് പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിട്ട് കൂട്ടില്ല.
സോ ഫാക്ടറിയിലേക്ക് വെള്ളം കൊണ്ടുവരാനായിട്ട് ഔട്ട്സൈഡ് ദ ഫാക്ടറി പ്രിമൈസ് പൈപ്പ് ലൈൻ റെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ് വർക്ക്സ് കോൺട്രാക്ടോ അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ പാർട്ടായിട്ട് യൂസ് ചെയ്ത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്യാൻ പറ്റില്ല. ഈ കേസിലെല്ലാം എന്താണ് ITC ഇൻഎലിജിബിൾ. സോ ഇത്രയാണ് 17 സബ്സെക്ഷൻ 5. സോ വെരി ഇമ്പോർട്ടൻറ്റ്, നമുക്കൊരു 4 മാർക്സ് ഷുവർലി കിട്ടുന്ന ഒരു ഏരിയ ആണ് 17 സബ്സെക്ഷൻ 5 ബ്ലോക്ക് ക്രെഡിറ്റ്. സോ ക്ലോസ് എ, ദെൻ ക്ലോസ് AA, ക്ലോസ് എയിൽ പറയുന്ന മോട്ടോർ വെഹിക്കിൾ, ക്ലോസ് AAയില് വെസൽ എയർക്രാഫ്റ്റ്, ക്ലോസ് ABയില് സർവീസ് ഓഫ് ആൻഡ് ജനറൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ സർവീസിംഗ് ആൻഡ് റിപ്പയർസ് ഓഫ്. സോ കാറ്റഗറി എയിലും ക്ലോസ് എയിലും പറയുന്ന കാറ്റഗറി ആണെങ്കിൽ കിട്ടില്ല, അല്ലെങ്കിൽ കിട്ടും എന്ന് പറയുന്ന സെക്ഷൻ. ദെൻ ക്ലോസ് ബിയിൽ 3 സബ് ക്ലോസ് 1, 2, 3. ഓക്കെ, സോ ക്ലോസ് 1ല് ഫുഡ് ഔട്ട്ഡോർ കാറ്ററിംഗ്, അത് ജനറലി ITC കിട്ടില്ല. ദെൻ ബ്യൂട്ടി ട്രീറ്റ്മെന്റ്, ഹെൽത്ത് സർവീസസ്, കോസ്മെറ്റിക് പ്ലാസ്റ്റിക് സർജറി, ലൈഫ് ഇൻഷുറൻസ്. സോ ആ സപ്ലൈ കിട്ടിയത് സെയിം സോർട്ട് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈക്ക് ആണെങ്കിൽ കിട്ടും. ദെൻ ഈ പറയുന്ന ഇൻവേർഡ് സപ്ലൈ എന്താണ്, ഒരു ടാക്സബിൾ കോമ്പോസിറ്റ് സപ്ലൈഡോ മിക്സർ സപ്ലൈഡോ പാർട്ട് ആണെങ്കിൽ എന്ത് എലിജിബിൾ ആണ്, ITC എലിജിബിൾ ആണ്. ദെൻ മെമ്പർഷിപ്പ്, ക്ലബ് മെമ്പർഷിപ്പ്, ഹെൽത്ത് ഫിറ്റ്നസ് സെന്റർ, സോ അവിടെ ITC കിട്ടില്ല, ജനറലി കിട്ടില്ല. ദെൻ ട്രാവൽ ബെനിഫിറ്റ് എംപ്ലോയർ ടു എംപ്ലോയും ജനറലി കിട്ടില്ല. ബട്ട് ഈ മൂന്നും ഉണ്ടോ, അങ്ങനെ വേണമെന്നൊക്കെ. സോ സ്റ്റുഡൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റുഡൻസ് നോർമലി തേർഡ് സബ് ക്ലോസിന് മാത്രമായിട്ടാണെന്ന് വിചാരിക്കും. അല്ല, ഈ പ്രോസോ ദാറ്റ് മീൻസ് എന്താണ്, ഈ പറഞ്ഞ 1നാണെങ്കിലും 17 സബ്സെക്ഷൻ 5 ക്ലോസ് ബി സബ് ക്ലോസ് 1നും 2നും 3ക്കും 3നും കൂടെ ഒരേപോലെ പറയുന്നതാണ്. ഇറ്റ് ഈസ് ഒബ്ലിഗേറ്ററി ബൈ എംപ്ലോയറുടെ പാർട്ടിന് ഒബ്ലിഗേറ്ററി ആണെങ്കിൽ, സോ ഇനി ലോ പ്രകാരം, സോ എംപ്ലോയിക്ക് ഇത് എംപ്ലോയി കൊടുക്കണം ഒബ്ലിഗേഷൻ ഉണ്ടെങ്കിൽ എന്താണ്, എംപ്ലോയർക്ക് അത് ബിസിനസിന്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് എടുക്കാം. ദെൻ വർക്ക്സ് കോൺട്രാക്ടിന്റെ കേസിൽ 17 സബ്സെക്ഷൻ 5 ക്ലോസ് ഈ വർക്ക്സ് കോൺട്രാക്ടിന്റെ കേസിൽ സർവീസ് അത് ക്യാപിറ്റലൈസ് ചെയ്താൽ, ഇമ്മോൾ പ്രോപ്പർട്ടിയുടെ പുറത്ത് ക്യാപിറ്റലൈസ് ചെയ്യുന്നതാണെങ്കിൽ നോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് വേണ്ടിയാണെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എലിജിബിൾ ആണ്. സബ് കോൺട്രാക്ട് ആയിട്ടാണെങ്കിൽ അവിടെയും എന്താണ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് എലിജിബിൾ ആണ്. ദെൻ ഡി പറയുന്നത് എന്താണ്, ഗുഡ്സ് ഓർ സപ്ലൈ ഓർ ബോത്ത് റിസീവ്ഡ് ഫോർ ബൈ എ ടാക്സബിൾ പേഴ്സൺ ഫോർ എന്താണ് കൺസ്ട്രക്ഷൻ ഓൺ, എന്താണ് ക്യാപിറ്റലൈസ് ചെയ്താൽ അവിടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇല്ല. പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ടാവും. പ്ലാന്റ് ആൻഡ് മെഷീനറി മീൻസ് അപ്പാരറ്റസ്, equipments, machinery fixed to earth and foundation, structural support. ആ ഫൗണ്ടേഷനും സ്ട്രക്ചറൽ സപ്പോർട്ടും എന്തിനായിട്ട് തന്നെ വിടും, പ്ലാന്റ് ആൻഡ് മെഷീനറിൽ പെടും. ദെൻ അതർ ലാൻഡ്, ബിൽഡിംഗ്, അതർ സിവിൽ സ്ട്രക്ചർ വരില്ല. ടെലി കമ്മ്യൂണിക്കേഷൻ ടവേഴ്സ് വരില്ല. പൈപ്പ് ലൈൻ ലെയ്ഡ് ഔട്ട്സൈഡ് ദ ഫാക്ടറി പ്രിമൈസ് എന്താണ്, പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഡെഫിനേഷൻ വരത്തില്ല. therefore ഇതിനൊക്കെ അനുസരിച്ച് 17 സബ്സെക്ഷൻ 5 ക്ലോസ് സിയും ക്ലോസ് ഡിയും ഉള്ള ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ബ്ലോക്ക്ഡ് ആണ്. ദെൻ ഇ എന്താണ്, ക്ലോസ് ഇ പറയുന്നത് അണ്ടർ സെക്ഷൻ 10 കോമ്പോസിഷൻ സ്കീമിനാണെന്നുണ്ടെങ്കിൽ അവർക്കാണ് പേ ചെയ്യുന്നതെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. ദെൻ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ ഗുഡ്സ് അല്ലെങ്കിൽ സപ്ലയർ ബോത്ത് റിസീവ്ഡ് എന്തിനൊഴിച്ച് എക്സെപ്റ്റ് ഇമ്പോർട്ട് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ബ്ലോക്ക്ഡ് ആണ്. സോ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് അല്ലെങ്കിൽ ബോത്ത് പേഴ്സണൽ പർപ്പസ് അല്ലെങ്കിൽ പേഴ്സണൽ കൺസംഷൻ ആണെങ്കിൽ അവിടെയും എന്ത് കിട്ടില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. ക്ലോസ് ജി. ദെൻ ക്ലോസ് എച്ച്, ഗുഡ്സ് എന്താണ് സ്റ്റോളൻ ഓർ ലോസ്റ്റ് ഓർ destroyed or write off, disposal by way of gift അല്ലെങ്കിൽ ഫ്രീ സാമ്പിൾ, ഇതിനും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. ദെൻ എന്താണ് ടാക്സ് പെയ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് സെക്ഷൻ 74, 129, സെക്ഷൻ 30 ഇവാഷൻ കോൺഫിസ്കേഷൻ അല്ലെങ്കിൽ കോൺഫിസ്കേഷൻ അങ്ങനെ വരുന്ന ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് കിട്ടില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. ഓക്കെ, ദെൻ സോ ഗവൺമെന്റ് 17 സബ്സെക്ഷൻ 1ലും 2ലും എന്താണ് 17 സബ്സെക്ഷൻ 6 ആയിട്ട് പറഞ്ഞിട്ട് എങ്ങനെയാണ് അപ്പോർഷൻ ചെയ്യേണ്ടത് എന്ന് പ്രിസ്ക്രൈബ്ഡ് റൂൾസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് സെക്ഷൻ 17. സെക്ഷൻ 17 സബ്സെക്ഷൻ 1 എന്താണ് പാർട്ട്ലി ബിസിനസ് പർപ്പസിനോ നോൺ ബിസിനസ് പർപ്പസിനോ വരികയാണെങ്കിൽ ബിസിനസ് പർപ്പസിന് മാത്രം കിട്ടുമെന്ന് പറയുന്നത്. ദെൻ റൂൾ 17 സബ്സെക്ഷൻ 6 ഗവൺമെന്റ് റൂൾ 42, 43 ഒക്കെ ആണ് പറയുന്നത്. 17 സബ്സെക്ഷൻ 6 ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് റൂൾ 42 ആൻഡ് 43 ഒക്കെയാണ്. സോ ഗവൺമെന്റ് എങ്ങനെയാണത് അപ്പോർഷൻ ചെയ്യുന്നത്. 17 സബ്സെക്ഷൻ 2 എന്താണ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ഓർ ബോത്ത് യൂസ്ഡ് പാർട്ട്ലി യൂസ്ഡ് ഫോർ ടാക്സബിൾ സപ്ലൈ ഇൻക്ലൂഡിംഗ് സീറോ റേറ്റഡ് സപ്ലൈ ആൻഡ് അതർ പാർട്ട് എക്സം സപ്ലൈ ആണെങ്കിൽ ആ കേസ്. ദെൻ 17 സബ്സെക്ഷൻ 4 ബാങ്കിങ് കമ്പനീസിന്റെ കേസ് ആണ്. അല്ലെങ്കിൽ എന്താണ് രണ്ട് ഓപ്ഷൻ ആണ്, ഒന്നുകിൽ 17 സബ്സെക്ഷൻ 2 ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ 17 എന്താണ് 50% എവറി മന്ത് 50% എന്താ ടാക്സബിൾ സപ്ലൈ എലിജിബിൾ ടാക്സബിൾ സപ്ലൈക്ക് എലിജിബിൾ സപ്ലൈയുടെ പുറത്ത് ITC ക്ലെയിം ചെയ്യാം.
ദെൻ റൂൾ 38 കൂടെ ചേരുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. എന്താണ്, നോൺ ബിസിനസ് പർപ്പസിനാണെങ്കിൽ കിട്ടില്ല. ദെൻ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ കിട്ടില്ല. ദെൻ ഡിസ്റ്റിങ്ക്ട് പേഴ്സണിനാണെങ്കിൽ 50% എന്നുള്ള റെസ്ട്രിക്ഷൻ ഇല്ല, ഫുള്ള് കിട്ടും. ദെൻ അവിടെ ഒരു അമെൻമെന്റ് GSTR2 എന്നുള്ളത് മാറ്റി GSTR3B എന്നാക്കിയതാണ് ഒരു അമെൻമെന്റ്. ദെൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുക 17 സബ്സെക്ഷൻ 5 നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻ കിട്ടുന്ന വെരി ഇമ്പോർട്ടന്റ് ഏരിയ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സ്. ഓക്കെ, സോ ഇത്രയാണ് സെക്ഷൻ 17 ആൻഡ് റൂൾ 38. സോ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ സെക്ഷൻ 18 സ്പെഷ്യൽ സർക്കംസ്റ്റാൻസിലെ കേസസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.